സ്ക്രീൻ കാണാം. കാണാം സർ. ഓക്കെ ഫൈൻ. സോ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് ഫ്ലൂയിഡ് മെക്കാനിക്സ്, സോറി ഫ്ലൂയിഡിന്റെ നമുക്ക് സ്റ്റാർട്ടിങ് എന്താണ് ഫ്ലൂയിഡ്, വാട്ട് ഈസ് ഫ്ലൂയിഡ് അതായത് പറഞ്ഞുകൊണ്ടിരുന്നത്. സോ ഫ്ലൂയിഡ് ഈസ് ഡിഫൈൻഡ് ആസ് എ സബ്സ്റ്റൻസ് വിച്ച് അണ്ടർഗോസ് കണ്ടിന്യൂസ് ഡീഫോർമേഷൻ. സോ കണ്ടിന്യൂസ് ഡീഫോർമേഷൻ എന്ന് പറഞ്ഞ ടൈമാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. സോ ആക്ച്വലി ഒരു ഷിയർ ഫോഴ്സ്, നമുക്കറിയാം ഷിയർ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഫോഴ്സ് പാരലൽ ടു ഓർ ടാൻജൻഷ്യൽ ടു ദി അല്ലെങ്കിൽ ഒരു ടു ദി ഏരിയ, ഒരു പ്ലെയിൻ, ആ ഒരു പ്ലെയിൻ ടാൻജൻഷ്യൽ ആയിട്ട് ആക്ട് ചെയ്യുന്ന ഒരു ഫോഴ്സ് അല്ലേ ഷിയർ ഫോഴ്സ് എന്ന് പറയുന്നത്. A shear force acting under the application of the shear force, the fluid will continuously deform. Deform means it will flow. Okay. So അവിടെയാണ് ആ ഒരു ഫ്ലൂയിഡിന്റെയും അതുപോലെ തന്നെ സോളിഡിന്റെ ഒരു ഡിഫറൻസ് വരുന്നത്. ടേക്ക് ദ കേസ് ഓഫ് എ സോളിഡ്. നമ്മളൊരു സോളിഡിന്റെ എടുക്കുകയാണെങ്കിൽ, സോ നമ്മളൊരു സോളിഡ് എടുക്കുന്ന വിചാരിക്കുക. ജസ്റ്റ് okay, take the case of a solid. So നമുക്കറിയാം, if we are applying a shear force to the solid, so how it will be the reaction? So first of all, when we apply a shear force, it will undergo a slight deformation, അല്ലെങ്കിൽ ചെറിയൊരു deformation പോകും. But immediately, due to the high intermolecular attraction of the solid, അല്ലെങ്കിൽ നമുക്ക് ആ solid particlesന്റെ high intermolecular attraction ആയതുകൊണ്ട് തന്നെ what will happen? It will came back to the its original position, or our equilibrium state പെട്ടെന്ന് അച്ചീവ് ചെയ്യാൻ സംഭവിക്കും. പിന്നെ ഫർദർ ആയിട്ട് ഡീഫോം ചെയ്യില്ല. സോ there will not be any continuous deformation for the solid. So that makes the difference between fluid and the solid. Solid എന്ന് പറയുമ്പോഴത്തേക്കും it will not continuously deform due to the high intermolecular attraction of the molecules. ആ molecules തമ്മിലുള്ള high intermolecular attraction കൊണ്ട് തന്നെ what will happen? It will not undergo further deformation. അപ്പോൾ അതാണ് ഫ്ലൂയിഡും ആ ഒരു സോളിഡും തമ്മിലുള്ള ഡിഫറൻസ് പറയുന്നത്. ഓക്കെ. സോ നമുക്കറിയാം ഫ്ലൂയിഡ് അണ്ടർ ദി ആക്ഷൻ, ആ ഒരു ഷിയർ ഫോഴ്സിന്റെ ആക്ഷൻ തീരുന്നവരെ ഇറ്റ് വിൽ കണ്ടിന്യൂസ്ലി ഡീഫോം. എവിടം വരെ? അൺടിൽ ദി ആ ഒരു ഷിയർ ഫോഴ്സ് ആപ്ലിക്കേഷന്റെ ആ ഒരു ഇത് എഫക്ട് തീരുന്നവരെ എന്ത് ഇറ്റ് വിൽ കണ്ടിന്യൂസ്ലി ഡീഫോം, ഓർ കണ്ടിന്യൂസ്ലി ഡീഫോം, ഓർ ഇൻ ദ സെൻസ് വി ക്യാൻ സേ ദാറ്റ് ഇറ്റ് വിൽ ഫ്ലോ. ഓക്കെ. അതുകൊണ്ടാണ് എനിത്തിങ് വിച്ച് എനി സബ്സ്റ്റൻസ് വിച്ച് ക്യാൻ ബി ഫ്ലോ ഈസ് ഫ്ലോയബിൾ നമ്മൾ അതിനെ ഫ്ലൂയിഡ് എന്ന് വിളിക്കുന്നു. ഓക്കെ. സോ basically fluid എന്ന് പറഞ്ഞാൽ substance which undergoes the continuous deformation under the action of a shear force, and അതിനകത്ത് എന്തൊക്കെ വരും? liquids and gases രണ്ടും വരും. okay, now let me talk about the ideal fluid. അപ്പോൾ എന്താണ് ഒരു ഐഡിയൽ ഫ്ലൂയിഡ് എന്ന് നോക്കുകയാണെങ്കിൽ, we can say that if a fluid is said to be ideal. അപ്പോൾ ഐഡിയൽ എന്ന് പറഞ്ഞാൽ റിയൽ അല്ല. അപ്പോൾ എന്താണത്, എന്ത് ക്യാരക്ടേഴ്സ് അല്ലെങ്കിൽ എന്ത് പ്രോപ്പർട്ടീസ് ആണ് അത് ഇല്ലാത്തത് നോക്കാം. So a fluid has zero viscosity and zero surface tension. Okay. അതായത് വിസ്കോസിറ്റി എന്ന് പറയുന്നത് സീറോ ആയിരിക്കും. നമ്മൾ വിസ്കോസിറ്റി എന്താണെന്ന് കാണുന്നുണ്ട്, നമുക്ക് ഓക്കെ ഫർദർ ആയിട്ട് അത് വരുമ്പോൾ ഡിസ്കസ് ചെയ്യാം. സോ എ ഫ്ലൂയിഡ് ഹാസ് സീറോ വിസ്കോസിറ്റി ആൻഡ് ഐഡിയൽ ഫ്ലൂയിഡ് എന്ന് പറഞ്ഞാൽ ഇൻകംപ്രസിബിൾ ആയിരിക്കും. സോ ഇൻകംപ്രസിബിൾ അല്ലെങ്കിൽ കംപ്രസിബിലിറ്റി എന്ന് പറയുന്ന ഒരു നമുക്കറിയാം അതൊരു ഡെൻസിറ്റി, ഇസ് എ ഫംഗ്ഷൻ ഓഫ് ഡെൻസിറ്റി ആണ്. അപ്പോൾ അത് ആ ഒരു ഡെൻസിറ്റി നമുക്ക് ഡിസ്കസ് ചെയ്യുമ്പോൾ എന്താണ് ഇൻകംപ്രസിബിൾ എന്ന രീതിയിൽ നമുക്ക് പറയാം. ആൻഡ് വി നോ ദാറ്റ് നമുക്കറിയാം ഒരു ഫ്ലൂയിഡും എന്താണ് ഐഡിയൽ ആയിട്ടുള്ള ഫ്ലൂയിഡ് നമുക്ക് കാണാൻ പറ്റില്ല. ഓക്കെ. നമുക്കെല്ലാം റിയൽ ഫ്ലൂയിഡ്സേ കാണാൻ പറ്റുള്ളൂ. ഈ ഒരു നമുക്കൊരു നമ്മുടെ നോക്കുവാണെങ്കിൽ വി കനോട്ട് സീ എനി ഐഡിയൽ ഫ്ലൂയിഡ്. അതുകൊണ്ട് തന്നെയാണ് അതിനെ ഐഡിയൽ എന്ന് വിളിക്കുന്നത്, അല്ലേ? സോ ബട്ട് വി ആർ കൺസിഡറിങ് എയർ ആൻഡ് വാട്ടർ ആസ് ദി ഐഡിയൽ ഫ്ലൂയിഡ്. അപ്പം നമ്മൾ ഒരു അനാലിസിസ് അല്ലെങ്കിൽ അതേ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ജസ്റ്റ് വി ആർ കൺസിഡറിങ് ദി എയർ ആൻഡ് വാട്ടർ ആസ് ദി ഐഡിയൽ ഫ്ലൂയിഡ്. റിയൽ ഫ്ലൂയിഡ്. അപ്പോൾ റിയൽ ഫ്ലൂയിഡ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഇറ്റ് ഹാവ് ഓൾ ദി പ്രോപ്പർട്ടീസ്, അല്ലെങ്കിൽ ഈ പറയുന്ന വിസ്കോസിറ്റി, സർഫസ് ടെൻഷൻ, കംപ്രസിബിലിറ്റി, ഇതേപോലത്തുള്ള ക്യാരക്ടറിസ്റ്റിക്സ് ഉള്ള ഒരു ഫ്ലൂയിഡ്സിനെ നമ്മൾ എന്ത് പറയുന്നത്? റിയൽ ഫ്ലൂയിഡ് എന്ന് പറയുന്നത്. ഓക്കെ. നൗ വി ക്യാൻ മൂവ് ഓൺ ടു ദി പ്രോപ്പർട്ടീസ് ഓഫ് ദി ഫ്ലൂയിഡ്. സോ ഫസ്റ്റ് ഓഫ് ഓൾ പ്രോപ്പർട്ടീസ് ഓഫ് ദി ഫ്ലൂയിഡിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫസ്റ്റ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് എന്താണ്? മാസ് ഡെൻസിറ്റി അല്ലെങ്കിൽ ഡെൻസിറ്റി എന്ന് നമുക്ക് പറയാം. ഓക്കെ. സോ വാട്ട് ഈസ് ഡെൻസിറ്റി? ഇത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇറ്റ് ഈസ് എ മാസ് പെർ യൂണിറ്റ് വോളിയം. അതാണ് എന്ത് നമ്മുടെ മാസ് ഡെൻസിറ്റി അല്ലെങ്കിൽ ഡെൻസിറ്റി എന്ന് പറയുന്നത് മാസ് ഓഫ് ഫ്ലൂയിഡ് പെർ യൂണിറ്റ് വോളിയം അറ്റ് എ ഗിവൺ ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ. അത് ഇമ്പോർട്ടൻ്റ് ആണ്. സോ the density is actually a function of temperature and pressure. Okay. And it is directly proportional to the pressure and inversely proportional to the temperature. So density വെച്ച് examination point of view നമുക്ക് എന്തൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുകയാണെങ്കിൽ, ഫസ്റ്റ് ഓഫ് ഓൾ എന്താണ് ഡെൻസിറ്റി എന്ന് എല്ലാവർക്കും അറിയാം. ആൻഡ് ഇറ്റ്സ് യൂണിറ്റ്സ് എന്ന് പറഞ്ഞാൽ കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് ആണ്.
ആൻഡ് അതുപോലെ തന്നെ മാസ് ഡെൻസിറ്റി നമ്മൾ SI യൂണിറ്റ്സിൽ കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് എന്ന് പറയും. ആൻഡ് ഈ CGS യൂണിറ്റ്സിൽ ഗ്രാം പെർ സെന്റിമീറ്റർ ക്യൂബ് എന്ന് പറയും. ഓക്കെ. ആൻഡ് എന്താണ് ഡെൻസിറ്റി ഓഫ് വാട്ടർ? ഡെൻസിറ്റി ഓഫ് വാട്ടർ എന്ന് പറയുമ്പോഴത്തേക്കും ഡെൻസിറ്റി ഓഫ് വാട്ടർ എന്ന് പറഞ്ഞാൽ 1000 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് ആണ്. ആൻഡ് ദ ഡെൻസിറ്റി ഓഫ് വാട്ടർ ഈസ് ഓൾവേസ് കോൺസ്റ്റന്റ്. നമ്മൾ ഏതൊരു മീഡിയത്തിൽ അതിനെ പ്ലേസ് ചെയ്താലും ദ ഡെൻസിറ്റി ഓഫ് വാട്ടർ എന്ന് പറഞ്ഞാൽ ഇറ്റ് വിൽ റിമെയിൻ കോൺസ്റ്റന്റ്, ദാറ്റ് ഈസ് 1000 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ്. ഓക്കെ, ഓർ 1 ഗ്രാം പെർ CC ആണ് എന്ത് ഈ പറയുന്ന ഡെൻസിറ്റി ഓഫ് വാട്ടർ എന്ന് പറയുന്നത്. ആൻഡ് അറ്റ് എ സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ എന്ന് പറയുന്നുണ്ട്. സോ ദ സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ എന്ന് പറയുമ്പോഴത്തേക്കും പ്രഷർ ദാറ്റ് ഈസ് 1 അറ്റ്മോസ്ഫിയറിക് പ്രഷർ ആയിരിക്കും. ആൻഡ് ദ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 4 ഡിഗ്രി സെൽഷ്യസ് ആയിരിക്കും. സോ 4 ഡിഗ്രി സെൽഷ്യസ് and at 1 atmospheric pressure the density of water is 1000 kilogram per meter cube. So 1000 kilogram per meter cube the density water achieve ചെയ്യണമെങ്കിൽ the temperature should be 4 degrees Celsius and the pressure is 1 atmospheric pressure. Okay, so the examination point of view density of water density എന്താണ്, അതിന്റെ യൂണിറ്റ് എന്താണ്, SI and CGS എന്താണ്, പിന്നെ സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ ഫോർ വാട്ടർ, അതിന്റെ ഈ കാര്യങ്ങളും കൂടെ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. ഓക്കെ, സോ ദാറ്റ്സ് അബൌട്ട് ദി ഡെൻസിറ്റി ഓഫ് ദി ഫ്ലൂയിഡ്. നെക്സ്റ്റ് വൺ ഈസ് ദ സ്പെസിഫിക് വെയിറ്റ് ഓർ വെയിറ്റ് ഡെൻസിറ്റി. അപ്പൊ നമ്മൾ നേരത്തെ മാസ് ഡെൻസിറ്റി ആണ് പറഞ്ഞത്. നൗ വി ആർ ഡീലിംഗ് വിത്ത് ദി വെയിറ്റ് ഡെൻസിറ്റി. അപ്പൊ വെയിറ്റ് ഡെൻസിറ്റി എന്താണ്? വെയിറ്റ് ഡെൻസിറ്റി മീൻസ് ദി വെയിറ്റ് പെർ യൂണിറ്റ് വോളിയം. അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. വെയിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? വെയിറ്റ് ഈസ് എ മാസ് ഇൻറ്റു ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി, mg അല്ലെ. സോ mg/v ആണ് എന്ത് വെയിറ്റ് ഡെൻസിറ്റി എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ്സ് യൂണിറ്റ് എന്ന് പറയുന്നത് ന്യൂട്ടൺ പെർ മീറ്റർ ക്യൂബ് ആണ്. ആൻഡ് ഫോർ വാട്ടർ എന്താണ്? Same condition ആണ്. At the 4 degrees Celsius and 1 atmospheric pressure, the density of the water is 1000 into 9.8, which means 9.8 kilonewton per meter cube. ഇതാണ് എന്ത് ഡെൻസിറ്റി, വെയിറ്റ് ഡെൻസിറ്റി ഓഫ് വാട്ടർ എന്ന് പറയുന്നത്. ഓക്കെ, സോ എല്ലാം സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. ജസ്റ്റ് അപ്പോൾ എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂവിൽ അതിന്റെ യൂണിറ്റ്സ് ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ തന്നെ എന്താണ് അത് മീൻ ചെയ്യുന്നത്, പിന്നെ അതുപോലെ തന്നെ ഡെൻസിറ്റി ഓഫ് വാട്ടർ അറ്റ് ദി സ്റ്റാൻഡേർഡ് അറ്റ്മോസ്ഫിയറിക് ആൻഡ് സ്റ്റാൻഡേർഡ് പ്രഷർ ആൻഡ് ടെമ്പറേച്ചർ എത്രയാണെന്ന് ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കും. നൗ സ്പെസിഫിക് വോളിയം. എന്താണ് സ്പെസിഫിക് വോളിയം? സ്പെസിഫിക് വോളിയം എന്ന് പറഞ്ഞാൽ റെസിപ്രോക്കൽ ഓഫ് സ്പെസിഫിക് മാസ്. ഈ ആക്ച്വലി സ്പെസിഫിക് മാസ് എന്ന് പറഞ്ഞാൽ എന്താണ്? സ്പെസിഫിക് മാസ് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ദ ഡെൻസിറ്റി ഇറ്റ്സെൽഫ്. ഡെൻസിറ്റി തന്നെയാണ് നമ്മൾ അതിനെ സ്പെസിഫിക് മാസ് എന്ന് കൂടി നമ്മൾ വിളിക്കുന്നത്. ഓക്കെ, സോ സ്പെസിഫിക് മാസ് ഇസ് അനദർ നെയിം ഓഫ് ഡെൻസിറ്റി. ഓക്കെ, സോ പ്ലീസ് ബി നോട്ട് ഇത്. ചിലപ്പോൾ നമുക്ക് തരുന്ന ക്വസ്റ്റ്യൻസിൽ സ്പെസിഫിക് മാസ് എന്നായിരിക്കും. സ്പെസിഫിക് മാസ് എന്ന് പറഞ്ഞാൽ അതെന്താണ്? ഡെൻസിറ്റി തന്നെയാണ്. ഓക്കെ, so actually specific volume is a reciprocal of the density. So reciprocal of the density എന്ന് പറയുമ്പോഴത്തേക്കും അതിന്റെ യൂണിറ്റ് മീറ്റർ ക്യൂബ് പെർ കിലോഗ്രാം ആയിരിക്കും. ഓക്കെ, സോ ആ കാര്യങ്ങൾ അറിഞ്ഞു വെക്കാം. നൗ സ്പെസിഫിക് ഗ്രാവിറ്റി ഓർ റിലേറ്റീവ് ഡെൻസിറ്റി. എന്താണ് സ്പെസിഫിക് ഗ്രാവിറ്റി ആൻഡ് റിലേറ്റീവ് ഡെൻസിറ്റി? ആക്ച്വലി വി ആർ കമ്പയറിംഗ് ടു സ്പെസിഫിക് വെയ്റ്റ്സ്. അതായത് ഒരു സബ്സ്റ്റൻസിന്റെ സ്പെസിഫിക് വെയിറ്റ് നമ്മൾ കമ്പയർ ചെയ്യണം. എന്തിനെ വെച്ചിട്ട്? ബേസ്ഡ് ഓൺ എ സ്റ്റാൻഡേർഡ് ഫ്ലൂയിഡ്. ഒരു സ്റ്റാൻഡേർഡ് ഫ്ലൂയിഡ് വെച്ചിട്ട് നമ്മൾ അതിന്റെ സ്പെസിഫിക് വെയിറ്റിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? വി ആർ അല്ലെങ്കിൽ സ്പെസിഫിക് ഏരിയയിൽ വെയിറ്റ് ഡെൻസിറ്റി നമ്മൾ എന്ത് ചെയ്യുന്നു? കമ്പയർ ചെയ്യുന്നു. സോ ആ ഒരു സ്റ്റാൻഡേർഡ് ഫ്ലൂയിഡ് എന്ന് പറയുന്നത് എന്താണ്? ഫോർ ദി ലിക്വിഡിന്റെ കേസിൽ നമ്മൾ അതിന് വാട്ടർ ആയിട്ടാണ് ഫിക്സ് ചെയ്തത്. ദാറ്റ് ഈസ് വാട്ടർ അറ്റ് 4 ഡിഗ്രി സെൽഷ്യസ്. ഓക്കെ, സോ നമ്മൾ ലിക്വിഡിന്റെ കേസിൽ സ്റ്റാൻഡേർഡ് ഫ്ലൂയിഡ് ആയിട്ട് നമ്മൾ എപ്പോഴും വാട്ടർ ആണ് പറയുന്നത്. ഗ്യാസിന്റെ ഇതായിട്ട് നമ്മൾ എന്ത് പറയും? ഹൈഡ്രജൻ ഓർ എയർ ആയിട്ടാണ് ഫിക്സ് ചെയ്യുന്നത്. And please be note the density of air. Density of air density of the air എത്രയാണ്? 1.21. Okay, I'll just note ഇത് വെച്ചേക്കാം. So standard fluid എന്ന് പറയുന്നത്, so specific gravity ഒന്നുമില്ല. We are comparing the specific weight of the fluid with respect to a standard fluid. Okay, അതാണ് എന്ത് specific gravity എന്ന് പറയുന്നത്. And specific gravity of water നമുക്കറിയാം എത്രയാണ്? 1 ആണ്. നോട്ട് ചെയ്ത് വെച്ചേക്കുക. ആൻഡ് ദ സ്പെസിഫിക് ഗ്രാവിറ്റി നമുക്കറിയാം യൂണിറ്റ് ലെസ് ആണ്. അതുപോലെ തന്നെ സ്പെസിഫിക് ഗ്രാവിറ്റിനെ നമ്മൾ സ്പെസിഫിക് ഗ്രാവിറ്റിനെ റിലേറ്റീവ് ഡെൻസിറ്റി എപ്പോഴാണ് വിളിക്കുന്നത്? അതായത് നമ്മൾ ആ ഒരു കമ്പയർ ചെയ്യുന്നത്, നമ്മൾ നേരത്തെ സ്പെസിഫിക് വെയിറ്റ് കമ്പയർ ചെയ്യുമ്പോൾ അതിനെ സ്പെസിഫിക് ഗ്രാവിറ്റി എന്ന് വിളിക്കും. ആൻഡ് വി ആർ കമ്പയറിംഗ് ദി ഡെൻസിറ്റി ഓഫ് ദി ഫ്ലൂയിഡ് വിത്ത് റെസ്പെക്ട് ടു ദി ഡെൻസിറ്റി ഓഫ് ദി സ്റ്റാൻഡേർഡ് ഫ്ലൂയിഡ്. അതാണ് എന്ത്? റിലേറ്റീവ് ഡെൻസിറ്റി എന്ന് പറയുന്നത്. ഇതെല്ലാം സെയിം ആണ് ഏകദേശം. ബാക്കി നമുക്ക് ആ ഒരു ലോജിക്കലി വേറെ വ്യത്യാസമൊന്നുമില്ല. ഓക്കെ, ടെക്നിക്കലി ഇറ്റ് ഈസ് സെയിം. ഓക്കെ, ആൻഡ് സോ that's about the specific gravity. Now we are talking about the some because ഒരു important properties നമ്മൾ അതിലേക്ക് കടക്കുകയാണ്. So first one is viscosity. Okay, so viscosity എന്ന് പറയുന്നത് ആക്ച്വലി എന്താണ്? Viscosity means actually it's എന്താണ്? It is a ഒരു internal resistance ആണ്.
അതായത് ഫസ്റ്റ് ഇത് സിംപ്ലി വി ക്യാൻ പുട്ട് വിസ്കോസിറ്റി എന്ന് പറയുമ്പോഴത്തേക്കും ഇറ്റ് ഈസ് ദ റെസിസ്റ്റൻസ് ടു ഫ്ലോ. അതായത് ഒരു ഫ്ലൂയിഡിന് ഫ്ലോ ചെയ്യാനുള്ള റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്, ഫ്ലോ ചെയ്യാനുള്ള ഒരു റെസിസ്റ്റൻസ് ആണ് ആക്ച്വലി എന്ത് വിസ്കോസിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, സോ വിസ്കോസിറ്റി ഇസ് ദ ഇന്റേണൽ റെസിസ്റ്റൻസ്. അതായത് നമുക്ക് പറയാം ഒരു ഒരു ബോഡി മൂവ് ചെയ്യുകയാണ്. ഓക്കെ, അപ്പൊ ആ ഒരു സർഫസ് എന്ത് ചെയ്യും, ആ ഒരു സർഫസ് ഒരു റെസിസ്റ്റൻസ് ഓഫർ ചെയ്യും. അതിനെയാണ് നമ്മൾ ഫ്രിക്ഷണൽ റെസിസ്റ്റൻസ് പറയുന്നത്. എന്ന് പറയുന്നത് പോലെ ഒരു ഫ്ലൂയിഡ് ഫ്ലോ ചെയ്യുന്നത്, ഫ്ലൂയിഡ് ഇസ് ഫ്ലോയിങ് ആൻഡ് ദി ഫ്ലൂയിഡ് ഫ്ലോ ചെയ്യുമ്പോൾ there is an internal resistance is creating inside the body or inside the fluid. അതിനാണ് viscosity എന്ന് പറയുന്നത്. So how these internal resistance is occurring, അതെങ്ങനെയാന്ന് നോക്കാം. So we know that the uh, fluid is just assume that the fluid is flowing in layer by layer. So layer by layer ആയിട്ടാണ് fluid flow ചെയ്യുന്നത് വിചാരിക്കാം. സോ ആ ഒരു ലെയർ ആ ഒരു അഡ്ജസന്റ് ലെയറിന് കൊടുക്കുന്ന ആ ഒരു റെസിസ്റ്റൻസ്, അതിനെയാണ് ആക്ച്വലി വിസ്കോസിറ്റി എന്ന് പറയുന്നത്. സോ വിസ്കോസിറ്റി നമുക്ക് ഒന്നും കൂടെ പറയുകയാണെങ്കിൽ വിസ്കോസിറ്റി ഇസ് എ റെസിസ്റ്റൻസ് ഓഫേർഡ് ബൈ എ ഫ്ലൂയിഡ് ലെയർ ടു ആൻ അഡ്ജസന്റ് ലെയർ. ഓക്കെ, ഒരു ലെയറിന് തൊട്ടടുത്ത ലെയർ കൊടുക്കുന്ന ആ ഒരു റെസിസ്റ്റൻസ്, ആ റെസിസ്റ്റൻസ് ആണ് വിസ്കോസിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, സോ സോ ഈ ഒരു വിസ്കോസിറ്റി പ്രോപ്പർട്ടി വെച്ചിട്ട് നമുക്ക് വരുന്ന ഒരു ഇമ്പോർട്ടന്റ് ലോ ആണ് ന്യൂട്ടൺസ് ലോ ഓഫ് വിസ്കോസിറ്റി എന്നുള്ളത്. അത് നമുക്ക് ന്യൂട്ടൺസ് ലോ ഓഫ് വിസ്കോസിറ്റി എന്ന് പറയുമ്പോഴത്തേക്കും എന്താണ് ന്യൂട്ടൺസ് ലോ ഓഫ് വിസ്കോസിറ്റി എന്ന് പറയുന്നത്? സോ ഈ ഒരു ഇന്റേണൽ റെസിസ്റ്റൻസ് ഉണ്ടാകുമ്പോഴത്തേക്കും അവിടെ ഉണ്ടാകുന്നത് ഷിയർ സ്ട്രെസ് ഈസ് ക്രിയേറ്റിംഗ്. ഓക്കെ, ഒരു ഷിയർ സ്ട്രെസ് ഉണ്ടാകുന്നുണ്ട്. ആൻഡ് ഷിയർ സ്ട്രെസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദി റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഷിയർ സ്ട്രെയിൻ, ഓർ വി ക്യാൻ സേ ദാറ്റ് ദീസ് shear stress developed is proportional to the velocity gradient. Okay, സോ ആ ഒരു വെലോസിറ്റി ഗ്രേഡിയന്റ് ബേസ് ചെയ്തിരിക്കും അവിടെ ഉണ്ടാവുന്ന ഒരു ഷിയർ സ്ട്രെസ് എന്ന് പറയുന്നത്. അപ്പൊ ഒരു ടോട്ടൽ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇസ് ബോത്ത് ഓഫേർഡ് ബൈ ദി വിസ്കോസിറ്റി ആൻഡ് ദി ഷിയർ സ്ട്രെസ്. ഓക്കെ, സോ ഈ ഒരു ഷിയർ സ്ട്രെസ് ഉണ്ടാവുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ ലെറ്റ് മി സേ, ആദ്യം നമ്മൾ പറഞ്ഞു നമ്മൾ ദ ഫ്ലൂയിഡ് ഇസ് ഫ്ലോയിങ് ലെയേഴ്സ്. നമ്മളൊരു ഫ്ലൂയിഡ് എടുക്കുകയാണെങ്കിൽ ലെയർ ബൈ ലെയർ ആയിട്ടാണ് അത് ഫ്ലോ ചെയ്യുന്നത് പറഞ്ഞു. സോ ആ ഒരു ലെയർ ബൈ ലെയർ ആയിട്ട് ഫ്ലോ ചെയ്യുമ്പോൾ വി ക്യാൻ സേ ദാറ്റ് ആ ഒരു സർഫസിൽ കൂടെ ഫ്ലോ ചെയ്യുന്ന ഒരു ലെറ്റ് ബി ദ വെലോസിറ്റി ഓഫ് ദി സർഫസ് എന്ന് പറയുന്നത് 0 ആണ്. പിന്നെ എന്താണ്, അത് പോകെ പോകെ എന്ത് സംഭവിക്കും, ഇറ്റ് വിൽ ഇൻക്രീസ് അല്ലെ. സോ ഈ ഏറ്റവും ടോപ്പ് ലെയറിൽ വരുമ്പോഴത്തേക്കും മാക്സിമം വെലോസിറ്റിയിലായിരിക്കും ഈ പറയുന്ന ഫ്ലൂയിഡ് ഫ്ലോ ചെയ്യുന്നത്. സോ ദിസ് ടോപ്പ് ലെയർ ഈസ് ഫ്ലോയിങ് ഇൻ എ ദ ടോപ്പ് ലെയർ ഈസ് ഫ്ലോയിങ് ഇൻ എ മാക്സിമം വെലോസിറ്റി. ആൻഡ് അതിന്റെ തൊട്ട് താഴെയുള്ള ഇതെന്തായിരിക്കും, തൊട്ട് താഴെയുള്ള ലെയർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ആ ഒരു വെലോസിറ്റി വിൽ ബി ലെസ്സർ കമ്പയർഡ് ടു ദി ടോപ്പ് ലെയർ. ഓക്കെ, സോ ദർ ഈസ് സം കൈൻഡ് ഓഫ് വെലോസിറ്റി ഗ്രേഡിയന്റ് അല്ലെങ്കിൽ ഡിഫറൻസ് ഇൻ വെലോസിറ്റി ഈസ് ദർ അല്ലെ. ഈ ഒരു ഡിഫറൻസ് ഇൻ വെലോസിറ്റി ആണ് എന്ത് സംഭവിക്കുന്നത്, ആ ഒരു ഡിഫറൻസ് ഇൻ വെലോസിറ്റി ആണ് ഈ പറയുന്ന റെസിസ്റ്റൻസ് ഓഫർ ചെയ്യുന്നത്. സോ ദിസ് റെസിസ്റ്റൻസ് ക്യാൻ ബി ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ. സോ ആ ഒരു റെസിസ്റ്റൻസ് നമുക്ക് ഷിയർ സ്ട്രെസിന്റെ ബേസിലും പറയാം, അതുപോലെ തന്നെ വിസ്കോസിറ്റിയും പറയാം. So this the total resistance എന്ന് പറയുന്നത് is offered by both the viscosity property and the shear stress. So viscosity property വെച്ച് പറയുന്നത് നമ്മൾ viscous force അല്ലെങ്കിൽ viscous force plus the shear stress എന്ന് പറയാം. ഓക്കെ, ഈ രണ്ട് റെസിസ്റ്റൻസ് ആണ് ഈ പറയുന്ന ഒരു ഫ്ലൂയിഡ് ഫ്ലോ ചെയ്യുമ്പോൾ നമുക്ക് ഓഫർ ചെയ്യുന്നത് അല്ലെ. സോ ആ ഒരു റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദി റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഷിയർ സ്ട്രെയിൻ അല്ലെങ്കിൽ റേറ്റ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു വെലോസിറ്റി ഗ്രേഡിയന്റ്. വെലോസിറ്റി ഗ്രേഡിയന്റ് വെച്ചിരുന്നത് ദാറ്റ് ഈസ് ഇപ്പൊ ഈ ഒരു പോർഷനിലെ വെലോസിറ്റി എന്ന് പറയുന്നത് യു ആണെന്നിരിക്കട്ടെ, ഇതിന്റെ ടോപ്പ് ലെയറിൽ യു പ്ലസ് ഡി യു ആണെന്നിരിക്കട്ടെ. സോ വാട്ട് വിൽ ബി ദ ഡിഫറൻസ് ഇൻ വെലോസിറ്റി, യു പ്ലസ് ഡി യു മൈനസ് യു അല്ലെ. സോ യു പ്ലസ് ഡി യു മൈനസ് യു, ദാറ്റ് ഈസ് ഡി യു. സോ ഡി യു the velocity is varying with respect to the depth അല്ലെ. ആ ഒരു ഇതൊരു ഫ്ലൂയിഡിന്റെ ഒരു ഫ്ലൂയിഡ് തന്നിരിക്കട്ടെ. സോ ദിസ് ഈസ് ദ ഡെപ്ത് ഓഫ് ദി ഫ്ലൂയിഡ്. സോ along the depth the velocity is changing with respect to that depth. So the du is changing with respect to y, dy. So there is a velocity gradient is occurring due to the difference in velocities. Okay, so ആ ഒരു വെലോസിറ്റി ഗ്രേഡിയന്റിന് പ്രൊപ്പോർഷണൽ ആയിരിക്കും ആ ഒരു അവിടെ ഉണ്ടാവുന്ന റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഇന്റേണൽ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദി വെലോസിറ്റി ഗ്രേഡിയന്റ്. ഓക്കെ, സോ അതാണ് ന്യൂട്ടൺസ് ലോ ഓഫ് വിസ്കോസിറ്റി പറയുന്നത്. ദാറ്റ് ഈസ് ദ ഷിയർ സ്ട്രെസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദി rate of change of shear strain or the velocity gradient. So we can say that the
the shear stress tau is directly proportional to du by dy, and we can replace this proportionality sign with the proportionality constant here, and this proportionality constant എന്ന് പറയുന്നത് എന്താണ്? പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞാണ് ഈ പറയുന്ന ഡൈനാമിക് വിസ്കോസിറ്റി അല്ലെങ്കിൽ അബ്സൊല്യൂട്ട് വിസ്കോസിറ്റി അല്ലെങ്കിൽ കോഎഫിഷ്യന്റ് ഓഫ് വിസ്കോസിറ്റി എന്ന് പറയുന്നത്. Okay, so mu is very, very important as far as the examination point of view നോക്കുവാണെങ്കിൽ the absolute viscosity അല്ലെങ്കിൽ ഈ പറയുന്ന dynamic viscosity or the coefficient of viscosity mu is very, very important. Okay, അതിന്റെ ന്യൂമറിക്കൽസ് ഇതുവരെ ചോദിച്ചിട്ടില്ല, പക്ഷേ അതിന്റെ യൂണിറ്റ്സ് അതേപോലത്തെ കാര്യങ്ങൾ വളരെ എപ്പോഴും റിപ്പീറ്റഡ് ആയിട്ട് ഓവർസിയർ എക്സാംസിനൊക്കെ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, സോ mu. So mu എന്ന് പറഞ്ഞ coefficient of viscosity ആണ്. അതെങ്ങനെയാണ് വന്നത്? According to the Newton's law of viscosity, the shear stress is directly proportional to the velocity gradient, and we are removing the proportionality sign with the coefficient of with a proportionality constant, and we named that proportionality constant as dynamic viscosity അല്ലെങ്കിൽ absolute viscosity അല്ലെങ്കിൽ coefficient of viscosity. ഈ മൂന്ന് പേര് പഠിച്ചു വെക്കുക, ചിലപ്പോൾ ചോദിക്കുന്നത് ഏതെങ്കിലും ആയിരിക്കും. Okay, so now we can so അതാണ് എന്ത് പറയുന്നത് വിസ്കോസിറ്റി എന്ന് പറയുന്നത്. അപ്പൊ റെസിസ്റ്റൻസ് ഓഫർ ചെയ്യുന്നത് വെലോസിറ്റി വിസ്കോസിറ്റി പ്ലസ് ദിസ് ഷിയർ സ്ട്രെസ് ആണ്. അപ്പൊ അതിന്റെ കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. ഓക്കെ, ആൻഡ് സോ നൗ we can talk about the units of viscosity. So ഇതുവരെ ക്ലിയർ ആണോ? എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ എന്തെങ്കിലും ഒക്കെ ഉണ്ടോ? ഇതുവരെ ക്ലിയർ ആണോ? ഓഡിയോ ഇഷ്യൂസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയാം, അല്ലെങ്കിൽ ക്ലാരിറ്റി ഇഷ്യൂസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയാം. Okay, sir. Okay, fine. Now we can move to the units of viscosity. So viscosity units, as far as the examination examination is concerned, is very, very important. So അത് ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയാൻ കാര്യം ഡൈനാമിക് വിസ്കോസിറ്റിന്റെ കുറച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മൾ കൈനമാറ്റിക് വിസ്കോസിറ്റി പഠിക്കുന്നുണ്ട്. സോ അതിന്റെ യൂണിറ്റ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകാം. സോ ബി വെരി ഓഫ് ഇറ്റ്. ഓക്കെ, so first of all, let me talk about the unit of the dynamic viscosity. So dynamic viscosity നമുക്കറിയാം tau is equal to mu into du by dy ആണ്. സോ നമ്മൾ അതിന്റെ ഒരു മാത്തമാറ്റിക്കൽ കാൽക്കുലേഷൻസ് ഒക്കെ ചെയ്ത് വരുമ്പോഴത്തേക്കും we are arriving this unit എന്ന് പറയുന്നത് അല്ലെങ്കിൽ യൂണിറ്റ് എന്ന് പറയുന്നത് ന്യൂട്ടൺ സെക്കൻഡ് പെർ മീറ്റർ സ്ക്വയർ ആണ്. സോ കോഎഫിഷ്യന്റ് ഓഫ് വിസ്കോസിറ്റി mu is equal to ന്യൂട്ടൺ സെക്കൻഡ് പെർ മീറ്റർ സ്ക്വയർ ആണ്. ഓക്കെ, ന്യൂട്ടൺ സെക്കൻഡ് പെർ മീറ്റർ സ്ക്വയറിനെ നമുക്ക് ഒരു രീതിയിൽ കൂടെ പറയാം. ന്യൂട്ടൺ സെക്കൻഡ് എന്ന് പറയുന്നത് എന്താണ്? Newton per meter square എന്ന് പറഞ്ഞാൽ എന്താണ്? Newton per meter square, we know that is the force per unit area. So it is based on pressure അല്ലെ? അപ്പോൾ പ്രഷറിന്റെ യൂണിറ്റ് എന്താണ്? പാസ്കൽ. ഓക്കെ, സോ പാസ്കൽ സെക്കൻഡ് എന്നും കൂടി നമ്മൾ ഈ പറയുന്ന വിസ്കോസിറ്റി ഡൈനാമിക് വിസ്കോസിറ്റി പറയാറുണ്ട്. ഓക്കെ, ന്യൂട്ടൺ സെക്കൻഡ് പെർ മീറ്റർ സ്ക്വയർ ഓർ പാസ്കൽ സെക്കൻഡ് ഓർ കിലോഗ്രാം പെർ മീറ്റർ സെക്കൻഡ്. ഓക്കെ, ഇതിനകത്ത് മെയിൻ ആയിട്ട് ചോദിച്ച് കാണാറുള്ളത് ന്യൂട്ടൺ സെക്കൻഡ് പെർ മീറ്റർ സ്ക്വയർ അല്ലെങ്കിൽ പാസ്കൽ സെക്കൻഡ് ഏതിന്റെ യൂണിറ്റ് ആണ് എന്ന് നമ്മൾ ചോദിച്ചു കണ്ടിട്ടുണ്ട്. ഓക്കെ, and coming to the CGS unit of the this dynamic viscosity, we can say that the CGS unit of the dynamic viscosity is dyne second per centimeter square. Dyne എന്ന് പറയുന്നത് ന്യൂട്ടന്റെ CGS യൂണിറ്റ് ആണ്. ന്യൂട്ടന്റെ CGS യൂണിറ്റ് ആണ് എന്ത്? ഡൈൻ എന്ന് പറയുന്നത്. ആൻഡ് സെന്റിമീറ്റർ സ്ക്വയർ എന്ന് പറയുമ്പോൾ സെന്റിമീറ്റർ സ്ക്വയർ മീറ്റർ സ്ക്വയറിന്റെ CGS യൂണിറ്റ്. ഓക്കെ, സോ one poise is equal to, we can say that one poise we are introducing there's another CGS unit. This dyne per one dyne second per centimeter square എന്ന് പറയുന്നത് പോയിസ് ആണ്. വൺ പോയിസ് എന്ന് പറയുന്ന ആ ഒരു യൂണിറ്റിന് ഇക്വലന്റ് ആണ് എന്ത്? ഡൈൻ സെക്കൻഡ് പെർ സെന്റിമീറ്റർ സ്ക്വയർ എന്ന് പറയുന്നത്. ആൻഡ് ഇനി അറിഞ്ഞിരിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഈ ഹൗ വി ക്യാൻ കൺവേർട്ട് ദിസ് ഇൻ ടു CGS ആൻഡ് SI. ഓക്കെ, അപ്പോൾ ആ ഒരു ഇക്വേഷൻ പറഞ്ഞാൽ വൺ പോയിസ് ഈസ് ഈക്വൽ ടു 0.1 Pascal second. Okay, one poise is equal to 0.1 Pascal second or 0.1 Newton second per meter square. ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കുക. ഓക്കെ, സോ നമ്മൾ പഠിച്ചത് യൂണിറ്റ്സ് പഠിച്ചു, വിസ്കോസിറ്റി എന്താണെന്ന് പഠിച്ചു, then its units and the units both in SI and CGS. ഒരു കാര്യം കൂടി അറിഞ്ഞിരിക്കണം, വിസ്കോസിറ്റി ഓഫ് വാട്ടർ at 20 degrees Celsius. So viscosity of water at 20 degrees Celsius എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ 20 degrees Celsius വിസ്കോസിറ്റി ഓഫ് വാട്ടർ എന്ന് പറയുന്നത് 1 centipoise ആണ്. ഓക്കെ, സോ അത്രയും ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. Now we can move on to the kinematic viscosity. Okay, so kinematic viscosity എന്ന് പറയുന്നത് it is the ratio of dynamic viscosity and density. Density is the dynamic viscosity upon density ആണ് എന്ത്? Kinematic viscosity എന്ന് പറയും. So nu
we are denoting the kinematic viscosity by the letter nu ആണ്. Okay, so nu is equal to mu by rho. അപ്പോൾ അതിന്റെ ഇക്വേഷൻസ് നോക്കുവാണെങ്കിൽ, സോറി, അതിന്റെ യൂണിറ്റ്സ് നോക്കുവാണെങ്കിൽ nu is equal to meter square per second ആണ്, ഓർ സ്റ്റോക്സ് ആണ്. ഓക്കെ, മീറ്റർ പെർ സെക്കൻഡ് അല്ലെങ്കിൽ CGS യൂണിറ്റ് ആയിട്ട് പറയുന്ന സ്റ്റോക്സ് ആണ്. ഓക്കെ, സോ 1 സ്റ്റോക്സ് ഈസ് ഈക്വൽ ടു എന്താണ്, 1 സെന്റിമീറ്റർ സ്ക്വയർ പെർ സെക്കൻഡ്. ഓക്കെ, അത് നമ്മൾ CGS കൺവേർട്ട് ചെയ്യുമ്പോഴത്തേക്കും മീറ്റർ സ്ക്വയർ പെർ സെക്കൻഡിനെ CGS കൺവേർട്ട് ചെയ്യുമ്പോഴത്തേക്കും 1 സ്റ്റോക്സ് ഈസ് ഈക്വൽ ടു 1 സെന്റിമീറ്റർ സ്ക്വയർ സെക്കൻഡ്, വിച്ച് ഈസ് ഈക്വൽ ടു 10⁻⁴ മീറ്റർ സ്ക്വയർ പെർ സെക്കൻഡ്. ഓക്കെ, അപ്പൊ നമ്മൾ പഠിച്ചത് ഡൈനാമിക് വിസ്കോസിറ്റിയുടെ യൂണിറ്റ് എന്ന് പറയുന്നത് ന്യൂട്ടൺ മീറ്റർ പെർ സെക്കൻഡ്, സോറി, Newton per second per meter square or Pascal second, and CGS unit എന്ന് പറയുമ്പോഴത്തേക്കും പോയിസ് ആണ്. സെക്കൻഡ് വൺ kinematic viscosity വരുമ്പോഴത്തേക്കും that is u is equal to mu by rho, and its unit is meter square per second or stocks. Okay. And you have to know the conversions too. Okay. Now we are classifying the fluids based on the based on the relation between shear stress and rate of deformation. Okay, but first classification of the Newtonian fluid ആണ്. As a name itself, നമുക്ക് എന്ത് പറയാം, the fluid which follows the Newton's law of viscosity. Newton's law of viscosity എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞു, that is the shear stress proportional to rate of shear strain or velocity gradient. അതാണ് എന്ത് Newton's law of viscosity. അപ്പൊ അത് ഫോളോ ചെയ്യുന്ന ഫ്ലൂയിഡിനെല്ലാം ന്യൂട്ടോണിയൻ ഫ്ലൂയിഡ് എന്ന് പറയും. എക്സാമ്പിൾസ് നമ്മൾ ജസ്റ്റ് നോട്ട് ചെയ്ത് നോക്കിയാൽ വാട്ടർ, പെട്രോൾ, ഡീസൽ, ആൽക്കഹോൾ, എക്സെട്ര. അപ്പൊ ഇതേമാതിരി ചോദിച്ചിട്ടില്ല, ന്യൂട്ടൺ ഫ്ലൂയിഡ് എന്ന് പറഞ്ഞ എക്സാമ്പിൾസ് ഒന്നും ഇതുവരെ ചോദിച്ചിട്ടില്ല, ജസ്റ്റ് നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് നോക്കിയാൽ. ഓക്കെ, നൗ നോൺ ന്യൂട്ടോണിയൻ ഫ്ലൂയിഡ്, പേരിൽ തന്നെ ഉണ്ട്. നോൺ ന്യൂട്ടോണിയൻ ഫ്ലൂയിഡ് എന്ന് പറയുമ്പോഴത്തേക്കും എന്താണ്, വിച്ച് ഡസൻ ഫോളോ ദി ന്യൂട്ടൺസ് ലോ ഓഫ് വിസ്കോസിറ്റി, അതിനാണ് നോൺ ന്യൂട്ടോണിയൻ ഫ്ലൂയിഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് വിസ്കോസിറ്റി, ഹൗ ദി വിസ്കോസിറ്റി ഇസ് ഡിപ്പെൻഡിങ് ഓൺ ദി ടെമ്പറേച്ചർ, ആ ഒരു ഇത് നോക്കുവാണെങ്കിൽ നമുക്കറിയാം, ഫോർ ഗ്യാസസ് the viscosity is offered by the phenomenon called molecular momentum transfer. അതായത് ഈ ഒരു ഇതുവഴിയാണ് ഒരു ഗ്യാസിന് വിസ്കോസിറ്റി ഓഫർ ചെയ്യുന്നത് മോളിക്കുലർ മൊമെന്റം ട്രാൻസ്ഫർ ആണ്. ഓക്കെ, സോ നമ്മളൊരു ടെമ്പറേച്ചർ പിടിക്കാൻ, ആസ് ദ ടെമ്പറേച്ചർ ഇസ് ഇൻക്രീസിങ്, അപ്പൊ ഈ മോളിക്കുലർ മൊമെന്റം ട്രാൻസ്ഫർ ചെയ്യുമ്പോഴത്തേക്കും ഇസ് ബേസ്ഡ് ഓൺ ദി നമ്പർ ഓഫ് കൊളീഷൻസ്. ഓക്കെ, ആ ഒരു ഈ പറയുന്ന മോളിക്യൂൾസ് തമ്മിലുള്ള കൊളീഷൻ ആണ് ഉദ്ദേശിക്കുന്നത്. സോ ആസ് ദ ടെമ്പറേച്ചർ ഇൻക്രീസസ്, ദീസ് number of collision also increases. തമ്മിലുള്ള കൊളീഷൻസ് ഇൻക്രീസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും വിസ്കോസിറ്റി എന്ത് ചെയ്യും, വിസ്കോസിറ്റി ഓൾസോ ഇൻക്രീസസ്. അതിന് മോർ റെസിസ്റ്റൻസ് ആണ് വരുന്നത്. ആ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമ്പർ ഓഫ് കൊളീഷൻസ് ഇൻക്രീസ് ചെയ്യും. മോളിക്യൂൾസ് തമ്മിലുള്ള നമ്പർ ഓഫ് കൊളീഷൻസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ സംഭവിക്കും, സ്വാഭാവികമായിട്ടും ഗ്യാസിന് മൂവ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ വരും. സോ അതുകൊണ്ട് തന്നെ ആസ് ദ ടെമ്പറേച്ചർ ഇൻക്രീസസ്, വാട്ട് വിൽ ഹാപ്പൻ ഫോർ ഗ്യാസസ്, ആസ് ദ ടെമ്പറേച്ചർ ഇൻക്രീസസ് വിസ്കോസിറ്റി ഓൾസോ ഇൻക്രീസസ്. ആൻഡ് ഫോർ ലിക്വിഡ്സ് നമുക്കറിയാം, ഫോർ ലിക്വിഡ്സ് ആ ഒരു മെയിൻ ആയിട്ട് ആ ഒരു വിസ്കോസിറ്റി ഓഫർ ചെയ്യുന്നത് ഇറ്റ്സ് ദ കൊഹസീവ് ഫോഴ്സ് ആണ്. അതായത് സെയിം മോളിക്യൂൾസ് തമ്മിലുള്ള അട്രാക്ഷൻ ആണ് എന്ത് സംഭവിക്കുന്നത്, ലിക്വിഡ്സിൽ ഈ പറയുന്ന വിസ്കോസിറ്റി ഓഫർ ചെയ്യുന്നത്. സോ ആസ് എ ടെമ്പറേച്ചർ ഇൻക്രീസസ്, എന്ത് സംഭവിക്കും, ടെമ്പറേച്ചർ ഇൻക്രീസസ്, ദ കോഹസീവ് ഫോഴ്സ് ബിറ്റ്വീൻ ദ മോളിക്യൂൾ ഡിക്രീസസ്. ഓക്കെ, കോഹസീവ് ഫോഴ്സ് ഡിക്രീസ് ചെയ്യും, അതുകൊണ്ട് തന്നെ ദ വിസ്കോസിറ്റി ഓഫ് ലിക്വിഡ്സ് ഗെറ്റ് ഡിക്രീസ്. ഓക്കെ, അപ്പോൾ ലിക്വിഡ്സിന്റെ കേസിൽ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ് ടെമ്പറേച്ചർ, ബട്ട് ഫോർ ഗ്യാസസ് എന്താണ്, ഇറ്റ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ. അത് നോട്ട് ചെയ്ത് വെക്കുക, ഗ്യാസിനും ലിക്വിഡ്സിനും ഡിഫറെന്റ് ആണ്. ഓക്കെ, അപ്പൊ രണ്ട് കോൺസെപ്റ്റ് ആണുള്ളത്. ഫസ്റ്റ് വൺ ഈസ് ഗ്യാസിന് എങ്ങനെയാണ് വിസ്കോസിറ്റി ഓഫർ ചെയ്യുന്നത്, ത്രൂ എ ഫിനോമിനൻ കോൾഡ് മോളിക്കുലർ മൊമെന്റം ട്രാൻസ്ഫർ, ആൻഡ് ദി ലിക്വിഡ്സിലെ കൊഹസീവ് ഫോഴ്സ് ആണ് ഓഫർ ചെയ്യുന്നത് വിസ്കോസിറ്റി. പിന്നെ അതുപോലെ തന്നെ അത് തമ്മിലുള്ള റിലേഷൻസ്. ഓക്കെ, ലിക്വിഡ്സിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആൻഡ് ഗ്യാസസിന് directly proportional. Okay, now we can move to the next property, that is the surface tension. അപ്പോൾ നമുക്കറിയാം സർഫസ് ടെൻഷൻ എന്ന് പറഞ്ഞാൽ തന്നെ ആ ഒരു പേര് തന്നെ ഉണ്ടല്ലേ. അതായത് ഇറ്റ്സ് എ ടെൻസൈൽ ഫോഴ്സ് ആക്ടിങ് ഓൺ ദി സർഫസ്. ആ ഒരു മോളിക്യൂൾ, ആ ഒരു അല്ലെങ്കിൽ ഒരു വാട്ടർ മോളിക്യൂൾ അല്ലെങ്കിൽ ഒരു ഫ്ലൂയിഡ് പാർട്ടിക്കിൾ, ആ ഒരു ഫ്ലൂയിഡ് പാർട്ടിക്കിൾ സർഫസിൽ ഓഫർ വരുന്ന ഒരു ടെൻസൈൽ ഫോഴ്സിനാണ് സർഫസ് ടെൻഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് ഹൗ ദീസ് ടെൻസൈൽ ഫോഴ്സ് ആർ ക്രിയേറ്റിംഗ്. സോ അതിന്റെ ഏറ്റവും ബേസിക് റീസൺ എന്ന് പറയുന്നത് എന്താണ്, cohesive force ആണ്, cohesive force between the molecules. Okay, for example, നമ്മളൊരു let us consider a particle, okay, which is resting on a surface. ഒരു സർഫസിൽ ഇരിക്കുന്ന ഒരു പാർട്ടിക്കിൾസ്, ഒരു ഫ്ലൂയിഡ് പാർട്ടിക്കിൾ, അല്ലെങ്കിൽ ഒരു വാട്ടർ മോളിക്യൂളിനെ ജസ്റ്റ് ഒന്ന് കൺസിഡർ ചെയ്യാം. നമുക്കറിയാം ആ ഒരു സർഫസിൽ വരുമ്പോഴത്തേക്കും അതിനകത്ത് എന്താണ്, എക്സ്റ്റേണൽ ആയിട്ട് വരുന്ന ഫോഴ്സസ് ഉണ്ടാകും അല്ലെ. ഈ ഒരു എക്സ്റ്റേണൽ ഫോഴ്സസിനെ റെസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്തുകൊണ്ട്
ആ ഒരു ഫ്ലൂയിഡിന്റെ ഉള്ളിൽ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ടെൻസൈൽ ഫോഴ്സ് നമ്മൾ സർഫസ് ടെൻഷൻ എന്ന് പറയുന്നത്. അതായത് ആ ഒരു കൊഹസീവ് ഫോഴ്സ് ആണ് അതിന്റെ മെയിൻ കാരണം എന്ന് പറയുന്നത്. ഒരു കൊഹസീവ് നമ്മൾ ആ ഒരു സെയിം മോളിക്യൂൾ അല്ലെങ്കിൽ വാട്ടർ മോളിക്യൂൾസ് തമ്മിലുള്ള ഒരു കൊഹസീവ് ഫോഴ്സ് അല്ലെങ്കിൽ കൊഹസീവ് അട്രാക്ഷൻ അല്ലെങ്കിൽ ആ ഒരു കൊഹഷൻ മൂലം എന്ത് സംഭവിക്കും? ദേ ആർ റെസിസ്റ്റിംഗ് ദ എക്സ്റ്റേണൽ ഫോഴ്സ്. ഓക്കെ, ആ ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് വരുമ്പോൾ അതിനെ റെസിസ്റ്റ് ചെയ്യാനായിട്ട് ഇന്റേണലി ക്രിയേറ്റ് ചെയ്യുന്ന ആ ഒരു ഇതിനാണ് കൊഹഷൻ എന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു കൊഹഷൻ അല്ലെങ്കിൽ കോഹസീവ് ഫോഴ്സ് പ്രിഡോമിനന്റ് ആയിട്ട് വരുമ്പോഴത്തേക്കും വരുന്ന ആ ഒരു ഇതിനെയാണ് സർഫസ് ടെൻഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഈ ഒരു സർഫസ് ടെൻഷൻ മൂലം എന്ത് സംഭവിക്കും? ഈ ഒരു ലിക്വിഡ് ഡ്രോപ്ലെറ്റ് അല്ലെങ്കിൽ ഒരു വാട്ടർ മോളിക്യൂൾ ഇൻസൈഡ് ആയിട്ട് ഇന്റേണൽ പ്രഷേഴ്സ് ക്രിയേറ്റ് ചെയ്യും. ദർ വിൽ ബി ആൻ ഇൻക്രീസ് ഇൻ ദി ഇന്റേണൽ പ്രഷർ. ഓക്കെ, ആൻഡ് അതുകൊണ്ട് തന്നെയാണ് ഈ പറയുന്ന നമ്മൾ പണ്ട് ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ട്, ഡ്രോപ്ലെറ്റ് അല്ലെങ്കിൽ വാട്ടർ മോളിക്യൂൾസ് ഒക്കെ സ്ഫിയറിക്കൽ ഷേപ്പ് അറ്റൈൻ ചെയ്യുന്നത് ഇൻ ഓർഡർ ടു അറ്റൈൻ എ മിനിമം സർഫസ് ഏരിയ. ആ ഒരു മിനിമം സർഫസ് ഏരിയ അറ്റൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് അറ്റൈൻ ചെയ്യുന്നതിന്റെ കാരണം എന്ന് പറയുന്നത് സർഫസ് ടെൻഷൻ ആണ്. ഓക്കെ, സോ അതിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് ന്യൂട്ടൺ പെർ മീറ്റർ ആണ്. ഓക്കെ, അതിന്റെ യൂണിറ്റ് നോക്കി വെക്കുക. പിന്നെ അതുപോലെ തന്നെ വാട്ട് ഈസ് ദ റീസൺ ബിഹൈൻഡ് ദ സർഫസ് ടെൻഷൻ, കോഹസീവ് ഫോഴ്സ് ബിറ്റ്വീൻ ദ മോളിക്യൂൾസ്, ഈ കാര്യങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. പിന്നെ അതുപോലെ തന്നെ വേറൊരു കാര്യം അറിയാനുള്ളത്, ടെമ്പറേച്ചർ. How this temperature is affecting depending upon the surface tension. But temperature increase ചെയ്യുമ്പോഴത്തേക്കും what will happen? Temperature increase ചെയ്യുമ്പോഴത്തേക്കും cohesive force will get decreased. Okay, so that will decrease the surface tension. So the temperature is inversely proportional to the cohesive, inversely proportional to surface tension. Okay, ആ ഒരു കാര്യങ്ങൾ നോട്ട് ചെയ്ത് നോക്കാം. സോ എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂവിൽ ജസ്റ്റ് നോക്കുക എന്താണ് റീസൺ. കോഹസീവ് ഫോഴ്സ് ആണ് സർഫസ് ടെൻഷനെ ഇത് ചെയ്യുന്നത്. അതുപോലെ തന്നെ എന്താണ് അതിന്റെ യൂണിറ്റ്, പിന്നെ അതുപോലെ തന്നെ വാട്ട് യു മീൻ ബൈ സർഫസ് ടെൻഷൻ, ജസ്റ്റ് അതിന്റെ ഒരു കോൺസെപ്റ്റ് മനസ്സിലാക്കി വെക്കുക. ദെൻ ഡിപ്പെൻഡൻസി ഓഫ് ദി സർഫസ് ടെൻഷൻ വിത്ത് ടെമ്പറേച്ചർ, അത് എങ്ങനെയാന്ന് നോക്കുക. ടെമ്പറേച്ചർ ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ദി സർഫസ് ടെൻഷൻ. ഓക്കെ, സോ അതാണ് ഇത് പറയാനുള്ളത്. പിന്നെ അതുപോലെ തന്നെ ഡ്യൂ ടു ഈ ഒരു സർഫസ് ടെൻഷൻ മൂലം നമ്മൾ പറഞ്ഞു ഇന്റേണലി എന്താണ് ഒരു പ്രഷർ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അതായത് ഇന്റേണൽ പ്രഷർ ഇൻക്രീസ് ചെയ്യും. അതുകൊണ്ട് എന്ത് സംഭവിക്കും? ആ ഒരു വാട്ടർ ബബിൾ അല്ലെങ്കിൽ ആ ഒരു വാട്ടർ മോളിക്യൂൾസിന്റെ ഉള്ളിലുള്ള പ്രഷർ എന്ന് പറയുന്നത് എക്സ്റ്റേണലി ഉള്ള അറ്റ്മോസ്ഫിയറിക് പ്രഷറിനേക്കാളും ഇൻക്രീസ് ചെയ്യും. ഓക്കെ, സോ അതെന്താണ്? ആ ഒരു ഇന്റേണൽ പ്രഷറും എക്സ്റ്റേണൽ പ്രഷറും തമ്മിലുള്ള ഡിഫറൻസിനാണ് നമ്മൾ എക്സസ് പ്രഷർ എന്ന് പറയുന്നത്. ഓക്കെ, സോ ആ ഒരു എക്സസ് പ്രഷറിന്റെ സോപ്പ് ബബിളിന്റെയും അതുപോലെ തന്നെ ലിക്വിഡ് ഡ്രോപ്ലെന്റെയും ജസ്റ്റ് ഇക്വേഷൻസ് നോട്ട് ചെയ്ത് വെച്ചേക്കുക. ഇതുവരെ ചോദിച്ചിട്ടൊന്നുമില്ല ഇത്, എന്നാലും ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് ഒന്ന് പഠിക്കാം. ഓക്കെ, സോ ഫോർ സോപ്പ് ബബിൾ എന്ന് പറയുമ്പോൾ 4 സിഗ്മ ബൈ ആർ ആണ് എക്സസ് പ്രഷർ എന്ന് പറയുന്നത്. ഫോർ ലിക്വിഡ് ഡ്രോപ്ലെറ്റ് ഇറ്റ് ഈസ് 2 സിഗ്മ ബൈ ആർ. ഓക്കെ, സോ ഈ രണ്ട് കാര്യങ്ങൾ ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കുക. അപ്പൊ സർഫസ് ടെൻഷൻ എന്താണ്, സോ അതിന്റെ കോൺസെപ്റ്റും അതേപോലത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് പഠിച്ചു വെക്കും. ഓക്കെ, നൗ വി ക്യാൻ മൂവ് ടു ദി കാപ്പിലറി എഫക്ട്. സോ കാപ്പിലറി എഫക്ട് എന്ന് പറയുമ്പോഴത്തേക്കും കാപ്പിലറി എഫക്റ്റിന് റീസൺ എന്ന് പറയുന്നത് 3 ഫോഴ്സസ് ആണ്. ഫസ്റ്റ് വൺ ഈസ് ദ കോഹസീവ് ഫോഴ്സ്, സെക്കൻഡ് വൺ ഈസ് സർഫസ് ടെൻഷൻ, ആൻഡ് തേർഡ് വൺ ഈസ് അഡ്ഹസീവ് ഫോഴ്സ്. Before going into that, let me explain the cohesion and adhesion. അപ്പൊ cohesion എന്ന് പറഞ്ഞാൽ എന്താണ്? What is the difference between cohesion and adhesion? അപ്പൊ cohesion എന്ന് പറയുമ്പോഴത്തേക്കും നമുക്കറിയാം എന്താണ്? Cohesion is the attractive force between the same molecules തമ്മിലുള്ള അട്രാക്ഷൻ ആണ് നമ്മൾ എന്ന് പറയുന്നത് cohesion എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇപ്പൊ ഒരു വാട്ടറിന്റെ കേസ് എടുക്കുകയാണെങ്കിൽ വാട്ടർ മോളിക്യൂൾസ് തമ്മിലുള്ള അട്രാക്ഷൻ, അതിനാണ് എന്ത് കോഹസീവ് ഫോഴ്സ് എന്ന് പറയുന്നത്. ആൻഡ് വാട്ട് ഈസ് ദ അഡ്ഹസീവ് ഫോഴ്സ്? എന്താണ് അഡ്ഹസീവ് ഫോഴ്സ് എന്ന് പറയുന്നത്? രണ്ട് ഡിഫറെന്റ് മോളിക്യൂൾസ് തമ്മിലുള്ള അട്രാക്ഷൻ ആണ് അഡ്ഹസീവ് ഫോഴ്സ് എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് ഈസ് നോൺ ആസ് അഡ്ഹഷൻ അല്ലെങ്കിൽ അഡ്ഹസീവ് ഫോഴ്സ് അല്ലെങ്കിൽ അഡ്ഹഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ഡിഫറൻസ്, ഇറ്റ് ഈസ് അട്രാക്റ്റീവ് ഫോഴ്സ് ബിറ്റ്വീൻ ടു ഡിഫറെന്റ് മോളിക്യൂൾസ്. രണ്ട് ഡിഫറെന്റ് മോളിക്യൂൾസ് തമ്മിലുള്ള അട്രാക്ഷൻ ആണ് നമ്മൾ കാപ്പിലറി എഫക്ട് എന്ന് പറയുന്നത്, സോറി അഡ്ഹസീവ് ഫോഴ്സ് എന്ന് പറയുന്നത്. സോ കാപ്പിലറി എഫക്ട് എന്ന് പറഞ്ഞു. കാപ്പിലറി എഫക്ട് തന്നെ 2 തരമുണ്ട്, കാപ്പിലറി റൈസും ഉണ്ട്, കാപ്പിലറി ഫോളും ഉണ്ട്. ഓക്കെ, സോ ഈ പറയുന്ന കാപ്പിലറി റൈസും കാപ്പിലറി ഫോളും എങ്ങനെയാണ് ഉണ്ടാവുന്നത് നമുക്ക് നോക്കാം. അപ്പൊ നമ്മൾ പറഞ്ഞു കോഹസീവ് ഫോഴ്സ്, അതുപോലെ തന്നെ സർഫസ് ടെൻഷൻ, അഡ്ഹസീവ് ഫോഴ്സ്, ഇത് മൂന്നാണ് ഇതിന് റെസ്പോൺസിബിൾ കാപ്പിലറി എഫക്റ്റിന്. സോ ഈ ഒരു കാപ്പിലറി എഫക്ട് ഉണ്ടാവുന്നത് ഇൻ എ ഫൈൻ ട്യൂബ്, വെരി സ്മോൾ ഡയമീറ്റർ ഉള്ള ട്യൂബ്സിലാണ് ഈ പറയുന്ന കാപ്പിലറി ഇതൊക്കെ നമ്മൾ കാണുന്നത്. സോ ഫൈൻ ട്യൂബ്സ് എന്ന് പറയുമ്പോഴത്തേക്കും ട്യൂബ് മാത്രമല്ല, ഈ സ്മോൾ വെരി തിൻ ഡയമീറ്റേഴ്സ് ഉള്ള ഹോൾസ് അല്ലെങ്കിൽ അതേപോലത്തുള്ള കാര്യങ്ങൾ വരുമ്പോഴാണ് നമുക്ക് കാപ്പിലറി എഫക്ട് വരുന്നത്. ഓക്കെ, സോ ഇമാജിൻ അല്ലെങ്കിൽ let us consider a small tube of very small diameter glass tube എടുക്കുക. ഒരു സ്മോൾ ഡയമീറ്റർ ഗ്ലാസ് ട്യൂബ് എടുത്തിട്ട് വാട്ടറിലേക്ക് ഇമേഴ്സ് ചെയ്തു. ഓക്കെ, വാട്ടറിലേക്ക് ഇമേഴ്സ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും വി ക്യാൻ സീ ദ ലെഫ്റ്റ് ഫിഗർ നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റും എന്താണ്
ലെഫ്റ്റ് ഫിഗർ നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റും വാട്ട് വിൽ എന്താണത് ചെയ്യുന്നത്. ദ വാട്ടർ ഈസ് റൈസിങ് അല്ലെ, ദ വാട്ടർ ഈസ് റൈസിങ്, അതായത് നമ്മളത് ഗ്ലാസ് ട്യൂബ് വെച്ച് വാട്ടർ റൈസ് ചെയ്തു. ആൻഡ് ദ മെനിസ്കസ് ഫോംഡ്, അതായത് ഈ പറയുന്ന കോൺകേവ് അല്ലെങ്കിൽ കോൺവെക്സ് ഇതെന്ന് പറയുന്നത് ആ ഒരു മെനിസ്കസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഡൗൺവേർഡ്സ്. ഓക്കെ, സോ എന്താണ് ഈ പറയുന്നത് വാട്ടർ റൈസ് ചെയ്യാൻ കാരണം? ആൻഡ് ദീസ് ഫിനോമിന ഈസ് കോൾഡ് കാപ്പിലറി റൈസ്. ഒബ്വിയസ്ലി നമ്മളൊരു സ്മോൾ ഡയമീറ്റർ ഗ്ലാസ് ട്യൂബ് നല്ല ഇറക്കി വെച്ചപ്പോഴത്തേക്കും വാട്ടർ റൈസ് ചെയ്തു. സോ അതിനെ നമ്മൾ കാപ്പിലറി റൈസ് എന്ന് വിളിച്ചു. എന്താണ് കാപ്പിലറി റൈസിന് കാരണം? ഈ ഒരു ഗ്ലാസ് ട്യൂബും വാട്ടർ മോളിക്യൂൾസും തമ്മിലുള്ള എന്താണ്, ഈ ഒരു ഗ്ലാസ് മോളിക്യൂൾസും വാട്ടർ മോളിക്യൂൾസും തമ്മിൽ എന്താ അട്രാക്റ്റഡ് ആയി, എന്നിട്ട് എന്ത് ചെയ്തു, ആ ഒരു അട്രാക്റ്റീവ് ഫോഴ്സ് എന്ന് പറയുന്നത് വാട്ടർ മോളിക്യൂൾസ് തമ്മിലുള്ള ആ ഒരു ഫോഴ്സിനേക്കാളും കൂടുതലായിരുന്നു. വിച്ച് മീൻസ് ഹിയർ ഇൻ ദി കാപ്പിലറി റൈസ് the adhesion is greater than cohesion, or the adhesive force is greater than the cohesive force. അതായത് ഗ്ലാസ് മോളിക്യൂൾസും വാട്ടർ മോളിക്യൂൾസും തമ്മിലുള്ള ഒരു അട്രാക്ഷൻ ആയിരുന്നു കൂടുതൽ, ഗ്രേറ്റർ when compared to the attraction between the water molecules. So we can say that the capillary rise, the adhesion is greater than cohesion. Okay, and now we can consider the second case. അല്ലെങ്കിൽ ഇത് നോക്കുവാണെങ്കിൽ ഇതൊരു മെർക്കുറിയാണ്. മെർക്കുറി നോക്കുവാണെങ്കിൽ ഒരു ഗ്ലാസ് ട്യൂബ് ഇമേഴ്സ് ചെയ്തു. സോ ദ വാട്ടർ ഈസ് ഫോളിങ് ആൻഡ് വി ക്യാൻ ഒബ്വിയസ്ലി സേ ദാറ്റ് കാപ്പിലറി ആൻഡ് ദിസ് ഫിനോമിനൻ കോൾഡ് കാപ്പിലറി ഫോൾ. ഒരു കാപ്പിലറി ഫോൾ ആണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ കാപ്പിലറി ഫോൾ എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? നമുക്കറിയാം ആ ഒരു മെർക്കുറി തമ്മിലുള്ള അട്രാക്ഷൻ ആണ് എന്ത് കൂടുതൽ, അതുകൊണ്ടാണ് അത് താഴേക്ക് ഇറങ്ങി പോയത്. ദാറ്റ് ഈസ് ദ മെർക്കുറി ഒരു എക്സ്റ്റേണൽ ഒരു ഫോഴ്സ് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ദിസ് cohesive force is getting increased and it overcome the forces, എക്സ്റ്റേണൽ ഫോഴ്സസ് ലൈക്ക് ദി എന്താ പറയാ ആ ഒരു അഡ്ഹസീവ് ഫോഴ്സിനേക്കാളും പ്രിഡോമിനന്റ് ആയിട്ടുള്ള ഫോഴ്സ് എന്ന് പറയുന്നത് കൊഹഷൻ ആണ്, ഒരു കൊഹസീവ് ഫോഴ്സ് ആണ്. സോ കൊഹസീവ് ഫോഴ്സ് മൂലം വാട്ട് വിൽ ഹാപ്പൻ, ദ അട്രാക്ഷൻ കൂടി, തമ്മിലുള്ള മെർക്കുറി മോളിക്യൂൾസ് തമ്മിലുള്ള അട്രാക്ഷൻ കൂടി. അതുകൊണ്ട് തന്നെ എന്താണ്, ഇറ്റ് വിൽ ദ മെർക്കുറി ഇസ് ഫെൽ ഡൗൺ. ഓക്കെ, അപ്പൊ അതാണ് എന്താണ് ഈ പറയുന്ന കാപ്പിലറി ഫോൾ എന്ന് പറയുന്നത് when the cohesion is greater than adhesion. And look at the meniscus formed. meniscus എന്ന് പറയുന്നതിന്റെ കോൺകവിറ്റി എന്ന് പറയുന്നത് അപ്വേർഡ്സ് ആണ്, ഇവിടെ ഡൗൺവേർഡ്സ് ആണ്. കോൺകവിറ്റി ഓർ കോൺവെക്സിറ്റി എന്ന് പറയുന്നത് കോൺവെക്സിറ്റി എന്ന് പറയുന്നത് ഡൗൺവേർഡ്സ് ആണ്. ഓക്കെ, സോറി അപ്വേർഡ്സ് ആണ്. കാപ്പിലറി ഫോളിന്റെ കേസിൽ, കാപ്പിലറി റൈസിന്റെ കേസിൽ അത് ഡൗൺവേർഡ്സ് ആണ്. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങൾ നോക്കി വെക്കുക. സോ മെയിൻ ആയിട്ട് ഇതാണ് ഈ പറയുന്ന കാപ്പിലറി റൈസ് അല്ലെങ്കിൽ കാപ്പിലറി ഫോളിനെ കുറിച്ച് പറയാനുള്ളത്. ആൻഡ് ഒരു കാര്യം കൂടി പറയാനുള്ളത്, ഇഫ് ഫൈ ഇസ് ലെസ് ദാൻ 90 ഡിഗ്രി, അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, എന്നാലും കാപ്പിലറി റൈസിന്റെ കാര്യത്തിൽ അതിന്റെ ഒരു ഇക്വേഷൻസ് ജസ്റ്റ് നോട്ട് ചെയ്യുക. H = 2 sigma cos theta by rho gr. ഇതിന്റെ ബേസിൽ ഇതുവരെ പ്രോബ്ലംസ് ഒന്നും ചോദിച്ചിട്ടില്ല. എനിവേ ജസ്റ്റ് നോക്കി വെക്കും. ഓക്കെ, 2 sigma cos theta by rho gr. ആൻഡ് റിഗാർഡിംഗ് ദിസ് തീറ്റ നമുക്ക് ഇതിനകത്ത് കുറച്ച് കാര്യങ്ങൾ പറയാനുള്ളത്. അതായത് when theta is less than 90 ഡിഗ്രി, നമുക്കറിയാം ലെവൽ ഓഫ് ലിക്വിഡ് ഇൻസൈഡ് ദ ട്യൂബ് ഈസ് റൈസ്, അതായത് കാപ്പിലറി റൈസ് ഉണ്ടാവും. അതുപോലെ തന്നെ അഡ്ഹസീവ് ഫോഴ്സ് ഗ്രേറ്റർ ദാൻ കോഹസീവ് ഫോഴ്സ് ആയിരിക്കും. ആൻഡ് ഇഫ് ദിസ് തീറ്റ ഇസ് ഗ്രേറ്റർ ദാൻ 90 ഡിഗ്രി, ദെൻ അഡ്ഹസീവ് കാപ്പിലറി ഫോൾ ആയിരിക്കും ഉണ്ടാവുന്നത്. എന്താണ് നോൺ വെറ്റിംഗ് ലിക്വിഡ് എന്ന് പറയുന്നത്. നോൺ വെറ്റിംഗ് ലിക്വിഡ് എന്ന് പറയുന്നത് ഈ പറയുന്നത് ഉണ്ടാവും. അതായത് ഇതൊരു മെർക്കുറിയാന്ന് അസ്യൂം ചെയ്യുക. അപ്പൊ മെർക്കുറി ആണെങ്കിൽ നമ്മളൊരു മോളിക്യൂൾ അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും ഇറ്റ് വിൽ നോട്ട് സ്പ്രെഡ്, അതായത് ആ സർഫസിലേക്ക് സ്പ്രെഡ് ചെയ്യില്ല. നേരെ മറിച്ച് ഒരു വാട്ടർ ആണെങ്കിലോ, നമ്മളൊരു സർഫസിലേക്ക് ഒരു ഡ്രോപ്ലെറ്റ് പ്ലേസ് ചെയ്ത് എന്താണ് പെട്ടെന്ന് എന്ത് ചെയ്യും, അത് സ്പ്രെഡ് ചെയ്യും. സോ അതിന്റെ ആംഗിൾ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് അബൌട്ട് എന്തായിരിക്കും, ഓൾമോസ്റ്റ് വാട്ടറിന്റെ ആംഗിൾ എന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് 0 ആയിരിക്കും. കമ്പയർഡ് മെർക്കുറി ആണെങ്കിലോ ഇറ്റ്സ് ഹാവ് ഗോട്ട് ഹയർ ആംഗിൾ. ഓക്കെ, ആ ഒരു കോണ്ടാക്ട് ആംഗിൾ എന്ന് പറഞ്ഞാൽ വളരെ കൂടുതലായിരിക്കും. അതുകൊണ്ടാണ് അതിന് ലോ വെറ്റബിലിറ്റി എന്ന് പറയുന്നത്. മെർക്കുറി ആയിട്ട് എക്സാമ്പിൾ ആയിട്ട് എടുക്കാം, ഇതിനകത്ത് വാട്ടർ എക്സാമ്പിൾ ആയിട്ട് എടുക്കാം. ഓക്കെ, നൗ വേപ്പർ പ്രഷർ ആൻഡ് കാവിറ്റേഷൻ ആണ്. വേപ്പർ പ്രഷർ ഞാൻ ജസ്റ്റ് ഒന്ന് ഇൻക്ലൂഡ് ചെയ്തെന്ന് മാത്രം, ബട്ട് വേപ്പർ പ്രഷർ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവാം. വേപ്പർ പ്രഷർ എന്ന് പറഞ്ഞാൽ ആക്ച്വലി ലെറ്റ്സ് ജസ്റ്റ് അസ്യൂം ഒരു ക്ലോസ്ഡ് കണ്ടെയ്നർ, അല്ലെങ്കിൽ ഒരു ക്ലോസ്ഡ് കണ്ടെയ്നർ ജസ്റ്റ് ഒന്ന് അസ്യൂം ചെയ്യുക. ദെൻ വി ആർ ഗീവിങ് ടെമ്പറേച്ചർ ഓർ പ്രഷർ. ഓക്കെ, നമ്മൾ അതിനകത്തേക്ക് ടെമ്പറേച്ചർ അപ്ലൈ ചെയ്യുകയാണ്. ഒരു ക്ലോസ്ഡ് കണ്ടെയ്നർ. ഓക്കെ, അതിനകത്ത് ക്ലോസ്ഡ് കണ്ടെയ്നറിൽ വാട്ടർ ഇരിക്കുന്നുണ്ട് ആൻഡ് ഇറ്റ് ഇസ് ഹാഫ് ഫിൽഡ്. ഒരു ഹാഫ് ഫിൽഡ് ആയിട്ട് ഒരു വാട്ടർ ഇരിക്കുന്നു വിചാരിക്കുക. ഓക്കെ, സോ ഒരു ക്ലോസ്ഡ് കണ്ടെയ്നർ എടുക്കാം. ക്ലോസ്ഡ് കണ്ടെയ്നറിൽ വാട്ടർ ഈസ് ഹാഫ് ഫിൽഡ്, ഒരു പകുതി ഫിൽ ചെയ്തൊരു വാട്ടർ ഉണ്ടെന്ന് വിചാരിക്കുക. ആൻഡ് വി ആർ അപ്ലൈയിങ് ദ ടെമ്പറേച്ചർ.
അപ്പോൾ ടെമ്പറേച്ചർ അപ്ലൈ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും എന്ത് സംഭവിക്കും, ക്ലോസ്ഡ് കണ്ടെയ്നറിൽ വാട്ടർ എന്ന് പറയുമ്പോൾ ബിഗാൻ ടു വേപ്പറൈസ്, കുറേയൊക്കെ നമ്മൾ ഇവാപറേറ്റ് ചെയ്ത് പോകും. സോ അങ്ങനെ ക്ലോസ്ഡ് കണ്ടെയ്നർ ആയതുകൊണ്ട് തന്നെ ഒരു ഇവാപറേറ്റ് ചെയ്ത പോർഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, ആ ഇവാപറേറ്റ് ചെയ്ത് പോയ ആ വേപ്പേഴ്സ് അവിടെ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്തിരിപ്പുണ്ടാവും. അപ്പോൾ ഒരു പെർട്ടിക്കുലർ സ്റ്റേജ് വരുമ്പോൾ ഇങ്ങനെ ഇവാപറേഷൻ ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കും, ഈ വേപ്പറൈസ് ചെയ്ത് പോകുന്ന ആ ഒരു ഇത് കൂടിക്കൊണ്ടിരിക്കും. അങ്ങനെ കൂടി വന്നിട്ട് ഒരു അറ്റ് എ പെർട്ടിക്കുലർ പോയിന്റ് വരുമ്പോഴത്തേക്കും ആ ഒരു സാച്ചുറേഷൻ പോയിന്റിലേക്ക് എത്തും. അതായത് ഇനിയൊരു ഇവാപറേഷൻ, അതായത് ക്ലോസ്ഡ് കണ്ടെയ്നർ ആയതുകൊണ്ട് തന്നെ ഈ പറയുന്ന ഇവാപറേഷൻ സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവും. അതുപോലെ തന്നെ ഇവാപറേഷൻ ചെയ്തിട്ട് പിന്നെയും അത് വാട്ടർ സ്റ്റേറ്റിലേക്ക് വരുന്നുണ്ടാവും. അപ്പൊ വേപ്പർ ടു വാട്ടർ അങ്ങനെ കൺവേർട്ട് ചെയ്ത് പോകുന്നുണ്ടാവും. ഓക്കെ, അപ്പൊ ആ ഒരു എന്താ പറയാ, വേപ്പർ സ്റ്റേറ്റിലേക്ക് പോയ ആ ഒരു മോളിക്യൂൾസ് ഈ പറയുന്ന ലിക്വിഡിലേക്ക് ഓഫർ ചെയ്യുന്ന ആ ഒരു പ്രഷറിനെയാണ് വേപ്പർ പ്രഷർ എന്ന് പറയുന്നത്. ഓക്കെ, സോ അത് ഞാൻ ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്തിട്ടുള്ളൂ, അത്ര ഇമ്പോർട്ടന്റ് അല്ല. വേപ്പർ പ്രഷർ അല്ലെങ്കിൽ സാച്ചുറേഷൻ പ്രഷർ എന്ന് പറയുന്നത് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക. So for liquid, the pressure exerted by its vapor in phase equilibrium with its liquid at a given temperature is known as wait a minute. So saturation temperature എന്താണെന്ന് ആദ്യം നോക്കാം. So for a given pressure, the temperature at which a pure substance change phase is known as saturation temperature. Change phase എന്ന് ഉദ്ദേശിക്കുന്നത് എന്താ, അതായത് ലിക്വിഡ് ടു വേപ്പർ സ്റ്റേറ്റ് ആണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ചേഞ്ച് ഫേസ് ഉദ്ദേശിക്കുന്നത്. സോ ആ ഒരു ടെമ്പറേച്ചർ നമ്മൾ സാച്ചുറേഷൻ ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. സാച്ചുറേഷൻ പ്രഷർ എന്ന് പറയുന്നത് അറ്റ് എ ഗിവൺ ടെമ്പറേച്ചർ ദ പ്രഷർ അറ്റ് വിച്ച് എ പ്യൂർ സബ്സ്റ്റൻസ് ചേഞ്ച് ഫേസ്. ഓക്കെ, അതും അതായത് ഒരു ഗിവൺ ടെമ്പറേച്ചറിൽ ഏത് പ്രഷറിലാണോ ഈ പറയുന്ന ലിക്വിഡ് ടു വേപ്പർ സ്റ്റേജിൽ കൺവേർഷൻ നടക്കുന്നതാണ് സാച്ചുറേഷൻ പ്രഷർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ വേപ്പർ പ്രഷർ എന്താണെന്ന് ഞാൻ പറഞ്ഞു. വേപ്പർ പ്രഷർ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ആ പറയുന്ന ഇവാപറേറ്റ് ആയ വേപ്പേഴ്സ് ഉണ്ടാവുമല്ലോ, ആ ഒരു വേപ്പർ മോളിക്യൂൾസ് ഈ ലിക്വിഡിലേക്ക് ഓഫർ ചെയ്യുന്ന പ്രഷറിനാണ് വേപ്പർ പ്രഷർ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് എക്സാമിനേഷൻ പോയിന്റ് അത്ര ഇമ്പോർട്ടന്റ് അല്ല, ജസ്റ്റ് ഞാൻ ഇൻക്ലൂഡ് ചെയ്യുന്നു മാത്രം. ഓക്കെ, നൗ ദ ബൾക്ക് മോഡുലസ് ഓഫ് ഇലാസ്റ്റിറ്റി. എന്താണ് ബൾക്ക് മോഡുലസ് ഓഫ് ഇലാസ്റ്റിറ്റി? നമ്മൾ എംഒയ്സിലൊക്കെ പഠിക്കുന്നതാണല്ലേ. ഇസ് ആക്ച്വലി ഇസ് നത്തിങ്, എന്താണ് ദ റേഷ്യോ ഓഫ് സ്ട്രെസ് ടു ദി എന്താണ് വോളിയോമെട്രിക് സ്ട്രെയിൻ. ഓക്കെ, നോർമൽ സ്ട്രെസ് ടു ദി വോളിയോമെട്രിക് സ്ട്രെയിൻ ആണ് എന്ത് ബൾക്ക് മോഡുലസ് ഓഫ് ഇലാസ്റ്റിറ്റി എന്ന് പറയുന്നത്. ബൾക്ക് മോഡുലസ് ഓഫ് ഇലാസ്റ്റിറ്റി എന്ന് പറയുന്നത് ഇസ് ദ റെസിപ്രോക്കൽ ഓഫ് കംപ്രസിബിലിറ്റി. കംപ്രസിബിലിറ്റിക്ക് എന്താണ് റെസിപ്രോക്കൽ ആണ് ബൾക്ക് മോഡുലസ് എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് ഈസ് ഡിനോട്ടഡ് ബൈ ദ ലെറ്റർ കെ. ആൻഡ് അതിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് സെയിം തന്നെയാണ്, എന്താണ് ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ തന്നെയാണ്. ഓക്കെ, നമ്മൾ യങ്സ് മോഡുലസ് പഠിക്കാറുണ്ട്, യങ്സ് മോഡുലസ്, ബൾക്ക് മോഡുലസ്, ഷിയർ മോഡുലസ് പഠിക്കാറുണ്ട്. ഓക്കെ, സോ കമ്പയറിംഗ് ടു ദി ഫ്ലൂയിഡ്, ആ ഒരു ഫ്ലൂയിഡ് പ്രോപ്പർട്ടി വരുന്നതിന് ബൾക്ക് മോഡുലസ് ആണ് നമ്മൾ ഇതിനകത്ത് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോയി മാത്രം. ഓക്കെ, സോ അതിന്റെ യൂണിറ്റ് ഒന്ന് ജസ്റ്റ് നോട്ട് ചെയ്ത് നോക്കിയാൽ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ. ആൻഡ് ഇൻകംപ്രസിബിൾ ആയിട്ടുള്ള സബ്സ്റ്റൻസിന്റെ ബൾക്ക് മോഡുലസ് എന്തായിരിക്കും? ഇൻഫിനിറ്റി ആയിരിക്കും. ബിക്കോസ് കംപ്രസിബിലിറ്റി എന്ന് പറയുന്നത് ഈസ് റെസിപ്രോക്കൽ ഓഫ് ബൾക്ക് മോഡുലസ് ആണ്. സോ ഇൻകംപ്രസിബിൾ ആണെങ്കിൽ 1/0 അല്ലെങ്കിൽ ഇൻഫിനിറ്റി ആയിരിക്കും എന്ത് ബൾക്ക് മോഡുലസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ആ കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. Now how the bulk modulus is depending upon the temperature, അത് നോക്കാം. So for liquid, bulk modulus is increases with the decrease in temperature. So എന്താണ് ലിക്വിഡിന്റെ കേസിൽ ബൾക്ക് മോഡുലസ് എന്ന് പറഞ്ഞാൽ is inversely proportional to the temperature ആണ്. ആൻഡ് ഫോർ ഗ്യാസസ് അതിന്റെ കേസിൽ ബൾക്ക് മോഡുലസ് എന്ന് പറയുന്നത് is directly proportional to the ടെമ്പറേച്ചർ ആണ്. ഓക്കെ, സോ ബൾക്ക് മോഡുലസിന്റെ ആ ഒരു ടെമ്പറേച്ചർ തമ്മിലുള്ള ഡിപ്പെൻഡൻസി ഒന്ന് നോക്കി വെക്കുക. സോ ഇതെന്ന് പറയുന്നത് ബൾക്ക് മോഡുലസ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. ലിക്വിഡിന്റെ കേസിൽ, ഗ്യാസിന്റെ കേസിൽ എന്തായിരിക്കും? ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. ഓക്കെ, സോ വി ആർ ഡൺ വിത്ത് ദി പ്രോപ്പർട്ടീസ് ഓഫ് ഫ്ലൂയിഡ്സ്. അപ്പൊ ജസ്റ്റ് എന്തൊക്കെയാണ് അപ്പൊ ഏറ്റവും മെയിൻ ആയിട്ട് ഇതിനകത്ത് ഇമ്പോർട്ടന്റ് പോയിന്റ്സ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് എന്ന് പറയുന്നത്, ഇമ്പോർട്ടന്റ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് എന്താണ്? വിസ്കോസിറ്റി ആണ്. ഓക്കെ, വിസ്കോസിറ്റി കഴിഞ്ഞാൽ പിന്നെ സർഫസ് ടെൻഷൻ ചോദിക്കാറുണ്ട്, പിന്നെ ക്യാപിലാരിറ്റി എഫക്റ്റ് ചോദിക്കാറുണ്ട്. ദെൻ പിന്നെയുള്ളതെല്ലാം ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. സ്പെസിഫിക് വോളിയത്തിന്റെ കാര്യങ്ങളൊക്കെ ചോദിക്കാറുണ്ട്. ഇതൊക്കെ ഓവർസിയർ എക്സാംസിനൊക്കെ ഈ പറയുന്ന പ്രോപ്പർട്ടീസ് ഓഫ് ഫ്ലൂയിഡ്സ് എന്നൊക്കെ ക്വസ്റ്റ്യൻസ് കാണാറുണ്ട്. ഓക്കെ, സോ അത് ആ ഒരു രീതിയിൽ പഠിക്കാം. ദെൻ ഇതിന്റെ ന്യൂമറിക്കൽസ് ഒന്നും ഇതുവരെ ചോദിച്ച് കണ്ടിട്ടില്ല. ഈ H2 സിഗ്മ കോസ് തീറ്റ ബൈ റോ ജി ആർ എന്നുള്ള രീതിയിൽ അതിന്റെ വെച്ചിട്ടൊന്നും ന്യൂമറിക്കൽസ് ഒന്നും ചോദിച്ച് കണ്ടിട്ടില്ല. എനിവേ ജസ്റ്റ് അതിന്റെ ഇക്വേഷൻസ് ഒന്ന് പഠിച്ചു വെക്കും. ഓക്കെ, സോ ഇതിനകത്ത് എന്തെങ്കിലും ഈ പറഞ്ഞ രീതിയിൽ എന്തെങ്കിലും ഡൗട്ടോ എന്തെങ്കിലും കാര്യങ്ങൾ, എന്തെങ്കിലും സജഷൻസോ എന്തെങ്കിലും പറയാനുണ്ടോ നിങ്ങൾക്ക്? സോ ഫസ്റ്റ് ക്ലാസ് ആയതുകൊണ്ട് എനിക്ക് എങ്ങനെയാണ് ഇതിന്റെ സ്പീഡ് കൂടുതലാണോ അല്ലെങ്കിൽ നോർമൽ ആണോ അല്ലെങ്കിൽ സ്പീഡ് കുറവാണോ, ആ കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് ആരെങ്കിലും പെട്ടെന്ന് റെസ്പോണ്ട് ചെയ്യുകയാണെങ്കിൽ നല്ലതായിരുന്നു.
സർ ഓക്കെ ആണല്ലോ. ഓക്കെ ഫൈൻ. നൗ സോ ഞാൻ വെരി ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്ന കാര്യങ്ങൾ അതിൻ്റെ സ്പിരിറ്റിൽ നമ്മൾ പഠിക്കുക. ലെസ് ഇമ്പോർട്ടൻ്റ് എന്നുള്ള കാര്യങ്ങൾ ജസ്റ്റ് നോക്കി വിടുക. നമുക്ക് ഒന്നും പറയാൻ പറ്റില്ല. ഞാൻ നേരത്തെ പറഞ്ഞ ക്ലാസ്സിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞ പോലെ ഒരു അൺപ്രഡിക്റ്റബിൾ നേച്ചർ ഉള്ളത് കാരണം നമുക്കൊന്നും ബ്ലൈൻഡ്ലി സ്കിപ്പ് ചെയ്യാനായിട്ട് പറ്റില്ല. ഓക്കെ, സോ നോട്ടിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്ന അത്യാവശ്യം ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് അതേപോലത്തുള്ള പോർഷൻസ് മാത്രമേ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. ഓക്കെ, ആ രീതിയിൽ പഠിക്കാം. നൗ വി ക്യാൻ എൻ്റർ ഇൻ ടു ദി നെക്സ്റ്റ് ടോപ്പിക്, ദാറ്റ് ഈസ് ഫ്ലൂയിഡ് സ്റ്റാറ്റിക്സ്. അപ്പോൾ ഫ്ലൂയിഡ് സ്റ്റാറ്റിക്സ് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്കറിയാം, നമ്മൾ നേരത്തെ സ്റ്റാറ്റിക്സ് എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ്, ഒരു സ്റ്റാറ്റിക്സ് എന്ന് പറഞ്ഞാൽ ഈസ് വി ആർ കൺസിഡറിങ് ദ ബോഡി അറ്റ് റെസ്റ്റ്. അതായത് സ്റ്റഡി അല്ലെങ്കിൽ ആ ഒരു ബ്രാഞ്ച് ഓഫ് സ്റ്റഡി എന്ന് പറയുന്നത് എന്താണ്, അതായത് ഒരു ബോഡി റെസ്റ്റിലിരിക്കുന്ന ബോഡിനെ കുറിച്ച് പഠിക്കുന്ന ആ ഒരു ശാഖ, അല്ലെങ്കിൽ അതിനാണ് നമ്മൾ സ്റ്റാറ്റിക്സ് പറയുന്നത്. സോ ഫ്ലൂയിഡ് സ്റ്റാറ്റിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫ്ലൂയിഡ് സ്റ്റാറ്റിക്സ് ഈസ് നത്തിങ് ബട്ട് ദി സ്റ്റഡി ഓഫ് ഫ്ലൂയിഡ് അറ്റ് റെസ്റ്റ്. അതിനാണ് നമ്മൾ എന്ന് പറയുന്നത് ഫ്ലൂയിഡ് സ്റ്റാറ്റിക്സ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഫ്ലൂയിഡ് സ്റ്റാറ്റിക്സിൽ നമ്മൾ വരുമ്പോഴത്തേക്കും we are only deal with the stress. We deal with the fluid statics എന്ന് പറഞ്ഞാൽ നോർമൽ സ്ട്രെസ് ആയിരിക്കും. ഓക്കെ, ഒരു നോർമൽ സ്ട്രെസ് മാത്രമേ നമ്മൾ കൺസിഡർ ചെയ്യുന്നുള്ളൂ. വി ആർ നോട്ട് കൺസിഡറിങ് എനി ഫോഴ്സ് ഓർ എനി സ്ട്രെസ് പാരലൽ ടു ദി ഓർ ടാൻജൻഷ്യൽ ടു ദി ഏരിയ. എന്തുകൊണ്ടായിരിക്കും? ആർക്കെങ്കിലും പറയാമോ? Why we are not considering shear stress when the fluid is at rest? Anyone? റെസ്റ്റിലിരിക്കുമ്പോ ഷിയർ സ്ട്രെസ് ഉണ്ടാവില്ലല്ലോ. എന്തുകൊണ്ടാണത്? Why? ഷിയർ സ്ട്രെസ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഫ്ലൂയിഡ് ഡൈനാമിക് ആവും, സ്റ്റാറ്റിക് എന്ന് പറയില്ല. ഓക്കെ ഫൈൻ. ബട്ട് നമുക്ക് കുറച്ചും കൂടെ ഇതായിട്ട് പറയുകയാണെങ്കിൽ എന്താണ് പറഞ്ഞത് ശരിയാണ്, പക്ഷെ ഒന്നുകൂടെ ഒരു എന്താണ് കേട്ടില്ല, വെലോസിറ്റി സീറോ ആയിരുന്നു. കാരണം നമുക്കറിയാം നമുക്കറിയാം ഷിയർ സ്ട്രെസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദി എന്താണ്, ഷിയർ സ്ട്രെസ് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദി വെലോസിറ്റി ഗ്രേഡിയന്റ്. അപ്പൊ അതിനകത്ത് റെസ്റ്റിലിരിക്കുന്ന ഫ്ലൂയിഡിനെ സംബന്ധിച്ച് എന്താണ്, അതിന് വെലോസിറ്റി ഗ്രേഡിയന്റ് ഉണ്ടാവില്ല, അല്ലെങ്കിൽ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ സീറോ ആയിരിക്കും. അതുകൊണ്ട് തന്നെ എന്താണ്, അവിടെ ഒരു ഷിയർ സ്ട്രെസ് ഡെവലപ്പ് ചെയ്യില്ല. ഓക്കെ, അപ്പൊ നമ്മൾ വി ആർ ഓൺലി കൺസിഡറിങ് ദി നോർമൽ സ്ട്രെസ്, അതായത് ഫോഴ്സ് നമ്മൾ ഒരു ഫ്ലൂയിഡിന് നോർമൽ ആയിട്ട് ഉള്ള ഒരു ഫോഴ്സ് മാത്രമേ നമ്മൾ കൺസിഡർ ചെയ്യുന്നുള്ളൂ. ഓക്കെ, ആൻഡ് ഒരു കാര്യം കൂടി പറയാനുള്ളതായിരുന്നു വെച്ച് കഴിഞ്ഞാൽ ഒരു റെസ്റ്റിലിരിക്കുന്ന ഒരു ബോഡി അതിനകത്തേക്ക് ആക്ട് ചെയ്യുന്ന, ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മളൊരു വാട്ടർ ടാങ്കിൽ നമ്മളൊരു ഫ്ലൂയിഡ് എലമെന്റ് എടുക്കുകയാണെങ്കിൽ ഫ്ലൂയിഡ് എലമെന്റിൽ അല്ലെങ്കിൽ ഫ്ലൂയിഡ് പാർട്ടിക്കിളിൽ ആക്ട് ചെയ്യുന്ന ഒരു ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എപ്പോഴും എന്തായിരിക്കും, നോർമൽ സ്ട്രെസ് ആയിരിക്കും. ഓൾവേസ് പെർപെൻഡിക്കുലർ ടു ദി ഏരിയ ആയിരിക്കും. ഓക്കെ, ഓൾവേസ് പെർപെൻഡിക്കുലർ ടു ദി ഏരിയ ആൻഡ് ഈസ് ഓൾവേസ് സെയിം. ഓക്കെ, അതെന്താന്നുള്ള ആ ഒരു കാര്യം പാസ്കൽസ് ലോയിൽ നമുക്ക് പറയുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഈ ഒരു കാര്യങ്ങൾ ഓർത്ത് വയ്ക്കുക. നോർമൽ സ്ട്രെസ് എന്ന് പറയുന്നത് ഒരു റെസ്റ്റിലിരിക്കുന്ന ബോഡിയിലേക്ക് ആക്ട് ചെയ്യുന്ന ഒരു സ്ട്രെസ് എന്ന് പറയുന്നത് ഓൾവേസ് പെർപെൻഡിക്കുലർ ടു ദി ഏരിയ. ഓക്കെ, ആൻഡ് നൗ അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് the force exerted on a surface by a fluid at rest is normal to the surface. നമ്മൾ നേരത്തെ പറഞ്ഞു, since there is no shear force due to the absence of relative motion between the fluid and solid surface. Relative motion ഇല്ലാത്തതുകൊണ്ട് തന്നെ there is no shear force acting on it. Okay, now just we can define pressure. എന്താണ് pressure? Pressure നമുക്കറിയാം, എല്ലാവർക്കും അറിയാം. It is external normal force per unit area, that is Newton per meter square. Okay, അതായത് ഒരു നോർമൽ ഫോഴ്സ് പെർ യൂണിറ്റ് ഏരിയ ആണ് എന്ത്, പ്രഷർ എന്ന് പറയുന്നത്, അല്ലെ? ഒരു ഇതെടുക്കുകയാണെങ്കിൽ, ഒരു ബോഡി എടുക്കുകയാണെങ്കിൽ അതിനകത്തേക്ക് ആക്ട് ചെയ്ത നോർമൽ ഫോഴ്സ് ടു ദി ഏരിയ. ഓക്കെ, ക്രോസ് സെക്ഷണൽ ഏരിയ ആണ് എന്ത്, പ്രഷർ എന്ന് പറയുന്നത്. സോ വി ക്യാൻ സേ ദാറ്റ് ഇസ് ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ. ആൻഡ് ഇനിയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു സെക്ഷനിലേക്കാണ് നമ്മൾ പോകുന്നത്, യൂണിറ്റ്സ് ഓഫ് പ്രഷർ. യൂണിറ്റ്സ് ഓഫ് പ്രഷർ എന്താണ്, പ്രഷറിന്റെ യൂണിറ്റ്. അപ്പൊ നമുക്ക് 5 വെറൈറ്റീസ് ഓഫ് യൂണിറ്റ്സ് ആ ഒരു രീതിയിൽ ക്വസ്റ്റ്യൻസ് ചോദിക്കാം. നമ്മൾ പല രീതിയിൽ നമ്മൾ യൂണിറ്റ്സിനെ പ്രഷറിനെ റെപ്രസെന്റ് ചെയ്യും. സോ ഫസ്റ്റ് 1 പാസ്കൽ എന്ന് പറയുന്നത് നമുക്കറിയാം 1 ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ആണ്. ഓക്കെ, 1 MPa എന്ന് പറഞ്ഞാൽ
ഇത് യൂണിറ്റ്സ് ഓഫ് പ്രഷർ ആണ്. ഇനി നമ്മൾ അറ്റ്മോസ്ഫിയർ പ്രഷറിലേക്ക് വരുമ്പോഴത്തേക്കും അതിന്റെ കാര്യങ്ങൾ പറയാം. സോ യൂണിറ്റ്സ് ഓഫ് പ്രഷർ എന്ന് പറയുമ്പോൾ നമുക്ക് ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ പാസ്കൽ റെപ്രസെന്റ് ചെയ്യാം. പിന്നെ നമ്മൾ MPa എന്ന് പറയും, ന്യൂട്ടൺ പെർ mm സ്ക്വയർ, അല്ലെങ്കിൽ MPa എന്ന് പറയും. പിന്നെ 1 ബാർ എന്ന് പറയും. ഓക്കെ, 1 ബാർ എന്ന് പറഞ്ഞാൽ 10⁵ പാസ്കൽസ് ആണ്. സോ ഈ കൺവേർഷൻസ് ഒക്കെ ജസ്റ്റ് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കണം. 1 ബാർ is 10⁵ പാസ്കൽ. അപ്പൊ ഇത് നോട്ട് ചെയ്യുന്ന വെച്ചാൽ ഇതേപോലെ തന്നെ ഓവർസിയർ എക്സാംസിന് ചോദിക്കാം, അല്ലെങ്കിൽ പിന്നെ നമുക്ക് ന്യൂമറിക്കൽസിലൊക്കെ വരുമ്പോഴത്തേക്കും നമുക്ക് അതിന്റെ കൺവേർഷൻസ് ഒക്കെ ആവശ്യമായിട്ട് വരും. ഓക്കെ, സോ ഇത് രണ്ട് രീതിയിലും നമുക്ക് ഇമ്പോർട്ടന്റ് ആണ്. സോ 1 ബാർ എന്ന് പറഞ്ഞാൽ 10⁵ പാസ്കൽ ആൻഡ് 1 atmospheric pressure is equal to 101.325 kilopascal or 0.101325 megapascal. സോ 1 atmospheric pressure എന്ന് പറയുന്നത് 101.325 kilopascal ആണ്. പിന്നെ അതുപോലെ തന്നെ അത് ബാറിൽ പറയുവാണെങ്കിൽ 1.01325 bar or it is equivalent to the 760 mm of mercury. അതായത് ആ ഹെഡ്, ആ ഒരു മെർക്കുറി ഹെഡ് എന്ന് പറയുന്നത് 760 mm of Hg ആയിരിക്കും. ആൻഡ് ഇറ്റ് ഈസ് ഈക്വലന്റ് ടു ദി 10.3 meter of വാട്ടർ കോളം. സോ വാട്ടർ കോളത്തിന്റെ ബേസിൽ പറയുവാണെങ്കിൽ ദ പ്രഷർ ഈസ് 10.3 meter. ഓക്കെ, ആ ഒരു ഹെഡ് ആയിരിക്കും പറയുന്നത്. മെർക്കുറിയുടെ കേസിൽ പറയുവാണെങ്കിൽ 760 mm of Hg ആയിരിക്കും 1 atmospheric pressure എന്ന് പറയുന്നത്. ആൻഡ് 1 atmospheric pressure is again equivalent to 1.013 bar. ഓക്കെ, സോ ഈ 5 ഇതും വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതിന്റെ കൺവേർഷൻസ് ഇമ്പോർട്ടന്റ് ആണ്, യൂണിറ്റ്സും ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, നൗ we can discuss the types of pressure. Types of pressure നമുക്ക് ഡിസ്കസ് ചെയ്യാം. So first of all, atmospheric pressure. So atmospheric pressure എന്ന് പറയുന്നത് എന്താണ്? ഫോർ എക്സാമ്പിൾ ഒരു ബോഡി, നമ്മളൊരു ഒരു ഇതിലിരിക്കുന്ന ഒരു ബോഡി, ആ ഒരു ബോഡിയിലേക്ക് സറൗണ്ടിങ് ആയിട്ടുള്ള എയർ മോളിക്യൂൾസ് അല്ലെങ്കിൽ പാർട്ടിക്കിൾസ് ഓഫർ ചെയ്യുന്ന പ്രഷർ ആണെന്ത്? അറ്റ്മോസ്ഫിയർ പ്രഷർ. ഒരു ബോഡി, നമ്മൾ ജസ്റ്റ് ഒരു ബോഡീനെ അസ്യൂം ചെയ്യാം. ആ ഒരു ബോഡിയിലേക്ക് എക്സ്റ്റേണൽ ആയിട്ട് അതിന്റെ സറൗണ്ടിങ് എയർ പാർട്ടിക്കിൾസ് എന്ത് ചെയ്യുന്നു, അതിന് ഓഫർ ചെയ്യുന്ന ഒരു പ്രഷറിനാണ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് അറ്റ്മോസ്ഫിയറിക് പ്രഷറിന്റെ ആ ഒരു ഡിവൈസ് മെഷർ ചെയ്യുക. സോ എല്ലാവർക്കും അറിയാവുന്നതാണ്, നമ്മൾ പണ്ടുപോലെ പഠിക്കുന്ന കാര്യങ്ങളാണ്. ബാരോമീറ്റർ ആണ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ മെഷർ ചെയ്യാവുന്ന ഡിവൈസ്. ഓക്കെ, ബാരോമീറ്റർ ഈസ് യൂസ്ഡ് ഫോർ മെഷറിംഗ് ദി atmospheric pressure. എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ആൻഡ് ഇറ്റ് ഈസ് ഇൻവെന്റഡ് ബൈ ദി സയന്റിസ്റ്റ് ടോറിസെല്ലി. ഓക്കെ, അപ്പൊ അതിന്റെ ടോറിസെല്ലിയാണ് അതിന്റെ ഇൻവെന്റർ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഈ കാര്യങ്ങൾ എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. നൗ വി കൻ ടോക്ക് അബൌട്ട് ദി സ്റ്റാൻഡേർഡ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ. എന്താണ് സ്റ്റാൻഡേർഡ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ, അല്ലെങ്കിൽ അത് എത്രയാണെന്ന് നോക്കാം. സോ സ്റ്റാൻഡേർഡ് ജസ്റ്റ് നമ്മൾ നേരത്തെ പറഞ്ഞു വരുന്നു. സ്റ്റാൻഡേർഡ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്ന് പറഞ്ഞാൽ 1 atmospheric pressure is equal to 101.325 kilopascal ആണ്. ആൻഡ് ഇറ്റ് ഈസ് ഈക്വലന്റ് ടു എന്താണ്? 1.01325 bar ആണ്. ഓക്കെ, bar ആണ്. ആൻഡ് ഇറ്റ് ഈസ് ഈക്വലന്റ് ടു 760 mm of Hg, 10.3 meter of water. ഓക്കെ, അപ്പൊ ഈ കാര്യങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കാം. അപ്പൊ സ്റ്റാൻഡേർഡ് അറ്റ്മോസ്ഫിയർ പ്രഷറിന്റെ യൂണിറ്റ് എല്ലാ രീതിയിലും 5 നമ്മൾ ബേസിസിൽ പറഞ്ഞു, 1 പാസ് ഇതിൽ പറഞ്ഞു, അതെല്ലാം അതേ രീതിയിൽ പഠിച്ചു വെക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് പ്രോബ്ലം ചെയ്യാനൊക്കെ നമുക്ക് ആവശ്യം വരും. ഓക്കെ, now talk about the gauge pressure, vacuum pressure and absolute pressure. Let me explain this with this figure. So I hope you can see this figure. ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത് x ആക്സിസിൽ അബ്സല്യൂട്ട് സീറോ പ്രഷർ ആണ്. ഇതിന്റെ റെഫറൻസ് ലൈൻ എന്ന് പറയുന്നത് അബ്സല്യൂട്ട് സീറോ പ്രഷർ ആണ്. ആൻഡ് y ആക്സിസിൽ പ്രഷർ ആണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ആൻഡ് യു ക്യാൻ സീ ഗേജ് പ്രഷർ, atmospheric pressure, vacuum pressure, absolute pressure. So what these all pressures indicate, അല്ലെങ്കിൽ എന്താണ് ഈ പറയുന്ന ഗേജ് പ്രഷേഴ്സ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? ഓക്കെ, സോ ഫസ്റ്റ് ഓഫ് ഓൾ ഗേജ് പ്രഷർ എന്ന് പറഞ്ഞാൽ എന്താണ്? ആക്ച്വലി ഗേജ് പ്രഷർ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ as we go with the definition, gauge pressure is the pressure that is measured with respect to atmospheric pressure, or else നമ്മൾ അറ്റ്മോസ്ഫിയറിക് പ്രഷർ റെഫറൻസ് ആയിട്ട് അതിൽ നിന്ന് മെഷർ ചെയ്യുന്ന ആ ഒരു പ്രഷറാണ് ഗേജ് പ്രഷർ എന്ന് പറയുന്നത്. സോ ആ ഒരു റെഫറൻസ് ലൈൻ നിങ്ങൾ വളരെ കൃത്യമായിട്ട് നോട്ട് ചെയ്യുക, കാരണം അത് നമ്മൾ രണ്ടാമത്തെ അബ്സല്യൂട്ട് പ്രഷർ പറയുമ്പോൾ ഡൗട്ട് വരാൻ പാടില്ല. സോ ഗേജ് പ്രഷർ നമ്മൾ മെഷർ ചെയ്യുമ്പോൾ അവർ റെഫറൻസ് എന്ന് പറയുന്നത് അറ്റ്മോസ്ഫിയറിക് പ്രഷർ ലൈൻ ആണ്. ഓക്കെ, സോ വി ആർ മെഷറിംഗ് ദ പ്രഷർ ബേസ്ഡ് ഓൺ ദി അറ്റ്മോസ്ഫിയറിക് പ്രഷർ. അതാണ് ഗേജ് പ്രഷർ എന്ന് പറയുന്നത്. സാധാരണ നമ്മൾ ഈ പറയുന്ന പ്രഷർ മെഷറിംഗ് ഡിവൈസസ് ലൈക്ക് മാനോമീറ്റേഴ്സ്, പീസോമീറ്റർ ഒക്കെ വെച്ച് നമ്മൾ മെഷർ ചെയ്യുമ്പോൾ കിട്ടുന്ന ആ ഒരു മെക്കാനിക്കൽ ഗേജസ്, അതൊക്കെ വെച്ച് നമ്മൾ പ്രഷർ മെഷർ ചെയ്യുമ്പോൾ കിട്ടുന്ന ആ ഒരു പ്രഷർ പറഞ്ഞാൽ ഗേജ് പ്രഷറാണ്. ഓക്കെ, വി ആർ മെഷറിംഗ് വിത്ത് റെസ്പെക്ട് ടു ദി അറ്റ്മോസ്ഫിയറിക് പ്രഷർ ലൈൻ.
And now next one is, and this gauge pressure is always greater than the atmospheric pressure. Atmospheric pressure greater ആയിരിക്കും gauge pressure. അതുകൊണ്ടാണല്ലോ ഈ ഒരു പോയിന്റ് എന്ന് പറയുന്നത് atmospheric pressure മുകളിലേക്ക് വന്നിരിക്കുന്നത്. Okay, so it is, this point is above the atmospheric pressure. So we can say that the gauge pressure is positive, always positive. Okay, now we can talk about the vacuum pressure. So as the figure, our figure കാണുമ്പോൾ തന്നെ മനസ്സിലാവും എന്താണ് ഈ ഒരു vacuum pressure എന്ന് പറഞ്ഞാൽ എന്താണ്, it is below the atmospheric pressure അല്ലെ, atmospheric pressure താഴെയാണ്, അതുകൊണ്ട് തന്നെ it is always less than the atmospheric pressure. And ഒരു കാര്യം കൂടി മനസ്സിലാക്കണം, it is also measuring with respect to the atmospheric pressure line. ഈ ഒരു atmospheric pressure നെ വെച്ചിട്ട് തന്നെയാണ് ഈ vacuum pressure measure ചെയ്യുന്നത്. Okay, so gauge pressure and vacuum pressure is measuring with respect to the atmospheric pressure, and gauge pressure is always positive and the vacuum pressure is always negative, and the vacuum pressure is always less than the atmospheric pressure. അതുകൊണ്ട് അതിനെ vacuum pressure അല്ലെങ്കിൽ negative pressure എന്ന് പറയുന്നത്. Okay, gauge pressure നെ positive pressure എന്ന് പറയുന്നത്, vacuum pressure നെ negative pressure എന്ന് പറയുന്നത്. Okay, so that's it. Now we can talk about the absolute pressure. Absolute pressure പറയുമ്പോഴത്തേക്കും രണ്ട് ആരോ അങ്ങോട്ടും ഇങ്ങോട്ടും കാണിച്ചിട്ടുണ്ട്. എന്താണ് absolute pressure എന്ന്? So absolute pressure നെ കുറിച്ച് നമ്മൾ ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത്, absolute pressure is measuring with respect to the absolute zero pressure line. ഈ ഒരു absolute zero pressure ലൈനിൽ നിന്ന് മെഷർ ചെയ്യുന്ന ഏത് പ്രഷറിനെയും നമ്മൾ എന്തെന്ന് വിളിക്കും? absolute pressure എന്ന് വിളിക്കും. Okay, so we can talk about the first figure. This absolute pressure എന്ന് എന്താ ഉദ്ദേശിക്കുന്നത്? In terms of gauge pressure പറയുമ്പോഴത്തേക്കും how we can classify, or how we can say represent the absolute pressure. This atmospheric pressure plus gauge pressure. Atmospheric pressure plus gauge pressure ആണ് എന്ത്? absolute pressure എന്ന് പറയുന്നത്. And in terms of vacuum pressure, this absolute pressure is the atmospheric pressure minus vacuum pressure. Absolute pressure minus vacuum pressure ആണ് എന്ത്? Sorry, atmospheric pressure minus vacuum pressure ആണ് absolute pressure. Okay, so absolute pressure നമ്മൾ എപ്പോഴും ഓർക്കേണ്ട കാര്യം എന്ന് പറയുന്നത് എന്താണ്? It is always measuring with respect to the absolute zero pressure line, and gauge okay, and for in terms of gauge pressure endu parayam, absolute pressure is atmospheric pressure plus gauge pressure, and for vacuum pressure, absolute pressure ennu parayunnathu atmospheric pressure minus vacuum pressure. So idinte numericals ചോദിക്കാം, അതുപോലെ തന്നെ ഇതിന്റെ concepts ചോദിക്കാം. Okay, so അത് ആ രീതിയിൽ പഠിച്ചു വെക്കാം. absolute pressure എന്ന് പറയുമ്പോഴത്തേക്കും എപ്പോഴും നമ്മൾ വിചാരിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, it is we are measuring not with respect to atmospheric pressure, we are measuring this absolute pressure with respect to the absolute zero pressure line. This absolute zero pressure line എന്ന് പറയുമ്പോഴത്തേക്കും അതിന്റെ ആ ഒരു ടെമ്പറേച്ചർ എന്ന് പറയുന്നത് -273 ഡിഗ്രി സെൽഷ്യസിലൊക്കെ വരുന്ന ഒരു പ്രഷർ ലൈനാണ് absolute zero pressure എന്ന് പറയുന്നത്. ഓക്കെ, -273 ഡിഗ്രി സെൽഷ്യസ് ആണ് കെൽവിനാണ്. ഓക്കെ, ആ ഒരു ടെമ്പറേച്ചർ വരുമ്പോഴത്തേക്കാണ് എന്താണ് absolute zero pressure എന്നൊക്കെ നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പൊ ആ ഒരു ഇതിനെ വെച്ചിട്ട് നമ്മൾ മെഷർ ചെയ്യുന്നതാണ് absolute pressure എന്ന് പറയുന്നത്. So clear ആണെന്ന് വിചാരിക്കുന്നു. So that's about the pressure, types of pressure. നമ്മൾ atmospheric pressure പറഞ്ഞു, gauge pressure പറഞ്ഞു, vacuum pressure പറഞ്ഞു, and absolute pressure പറഞ്ഞു. So just ഇതൊന്ന് നോട്ട് ചെയ്ത് വെക്കാം. നമുക്ക് അതൊക്കെ ജസ്റ്റ് പഠിക്കാവുന്നല്ലോ, ലോജിക്കലായിട്ട് ഓർത്ത് വെക്കാവുന്ന കാര്യങ്ങളാണ്, വേറെ ഇഷ്യൂസ് ഒന്നും ഇല്ല. ഓക്കെ, മെയിൻ ആയിട്ടും അത് എയിനേക്കാളും കുറച്ചും കൂടി ഓവർസിയർ അല്ലെങ്കിൽ ആ ഒരു ലെവലിൽ ചോദിക്കാം. ഓക്കെ, ഓവർസിയർ ഏത് ഗ്രേഡ് ആണെങ്കിലും ചോദിക്കാനായിട്ടുള്ളൊരു എന്താണ് ഉള്ള ക്വസ്റ്റ്യൻസ് ആണ്. Now we can talk about the Pascal's law. പാസ്കൽ എന്ന് പറയുന്നത് ഒരു ഫ്ലൂയിഡ് മെക്കാനിക്സിന് ആ ഒരു കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് വളരെ അധികം നല്ല രീതിയിൽ കോൺട്രിബ്യൂട്ട് ചെയ്ത ഒരു സയന്റിസ്റ്റ് ആണ് ആക്ച്വലി പാസ്കൽ എന്ന് പറയുന്നത്, അല്ലേ? സോ പാസ്കലിന്റെ പ്രിൻസിപ്പിൾസ് വെച്ചിട്ട് പല ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ നമ്മൾ വർക്ക് ചെയ്യുന്നുണ്ട്. ഹൈഡ്രോളിക് ലിഫ്റ്റ്, ഹൈഡ്രോളിക് ബ്രേക്ക് ഒക്കെ നമ്മൾ എന്താണ് പാസ്കൽസ് ലോ വെച്ചിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, സോ എന്താണ് പാസ്കൽസ് ലോ? സോ പാസ്കൽസ് ലോക്ക് നമുക്ക് ഫസ്റ്റ് അതിന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് ആയിട്ട് പറയുകയാണെങ്കിൽ, അതിന്റെ ഒരു ഡിഫൈൻ ചെയ്യുകയാണെങ്കിൽ, അതൊന്ന് സ്റ്റേറ്റ് ചെയ്യുകയാണെങ്കിൽ, we can say that Pascal's law is defined as the pressure or intensity of pressure at a point in a static fluid is equal in all directions. എന്താ അത് മീൻ ചെയ്യുന്നത്? Let us consider a force, a pressure force or a pressure is acting along the x direction act ചെയ്യുന്നുണ്ട്, y direction act ചെയ്യുന്നുണ്ട്, z direction act ചെയ്യുന്നുണ്ട്. ഓക്കെ, that is x, y, z ഡയറക്ഷനിൽ പ്രഷർ ആക്ട് ചെയ്യുന്നുണ്ട്. ആൻഡ് നമ്മൾ നേരത്തെ പറഞ്ഞു, ഒരു ഫ്ലൂയിഡ് റെസ്റ്റിലിരിക്കുന്ന ഒരു ഫ്ലൂയിഡിനെ ബേസ് ചെയ്ത് നോക്കുമ്പോൾ the force is always perpendicular to the area. ആണോ? ഇതെല്ലാം ഏരിയക്ക് പെർപെൻഡിക്കുലർ ആയി നോക്കിയേ. So the force is perpendicular to the pressure force is perpendicular to the area,
and this is Px, Py, and Pz. And according to the Pascal's law, Px is equal to Py equal to Pz. അതായത് ഏത് ഡയറക്ഷനിൽ നിന്ന് ആക്ട് ചെയ്താലും ആ ഒരു പ്രഷർ അല്ലെങ്കിൽ ഇന്റൻസിറ്റി ഓഫ് പ്രഷർ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇറ്റ് ഈസ് ഓൾവേസ് ഈക്വൽ. ഓക്കെ, ഇറ്റ് ഈസ് ഓൾവേസ് ഈക്വൽ. അതാണ് എന്ത് Px, അതാണ് പാസ്കൽസ് ലോ പറയുന്നത്. സോ irrespective of the directions, we can say that the pressure or intensity of pressure at a point in a static fluid is always equal. Okay, എപ്പോഴും ഈക്വൽ ആയിരിക്കും. അപ്പൊ ഏത് ഡയറക്ഷനിൽ നിന്നാലും അത് ഈക്വൽ ആയിരിക്കും. അതാണ് എന്ത് പാസ്കൽസ് ലോ പറയുന്നത്. ഓക്കെ, അതുപോലെ തന്നെ അപ്പൊ അതിന്റെ എക്സാമ്പിൾസ് നമ്മൾ പറഞ്ഞു. എക്സാമ്പിൾസ് ആയിട്ട് നമ്മൾ ഈ പറയുന്ന ഹൈഡ്രോളിക് ലിഫ്റ്റ്, ഹൈഡ്രോളിക് ബ്രേക്ക് ഒക്കെ വർക്ക് ചെയ്യുന്നത് ബേസ്ഡ് ഓൺ ദി പാസ്കൽസ് പ്രിൻസിപ്പിൾ. അപ്പൊ ഹൈഡ്രോളിക് ലിഫ്റ്റ് എന്ന് പറഞ്ഞാൽ അതിന്റെ ഒരു ഇത് എന്തായിരിക്കും? നമ്മൾ ഇവിടെ നിന്നൊരു നമ്മൾ ഒരു ഹൈഡ്രോളിക് ലിഫ്റ്റ് എടുക്കുവാണെങ്കിൽ ഈ ഒരു ഫിഗർ നോക്കുവാണെങ്കിൽ നമുക്കറിയാം ഇവിടുത്തെ ഏരിയ എന്ന് പറയുന്നത് കുറച്ച് ചെറുതാണ് കമ്പയർ ടു ദി എന്താണ് ഈ റൈറ്റ് സൈഡിലെ റൈറ്റ് ലിംബിലെ ഏരിയ എന്ന് പറയുന്നത് വലുത് കമ്പയർ ടു റൈറ്റ് ലിംബ് ഇത് ലെസ് ഏരിയ ആണ്. സോ അക്കോർഡിംഗ് ടു ദി പാസ്കൽ പ്രിൻസിപ്പിൾ നമ്മൾ ഇവിടെ എന്ത് ഫോഴ്സ്, ഇവിടെ എന്ത് പ്രഷർ നമ്മൾ ഇവിടെ കൊടുക്കുന്നോ ആ പ്രഷർ ഈസ് ഈക്വൽ ഇൻ ഓൾ ദ പോയിന്റ്സ്. നമ്മൾ ഇവിടുത്തെ ഏത് പോയിന്റ് എടുത്ത് നോക്കിയാലും എന്തായിരിക്കും? ഈ ഒരു പ്രഷർ എന്ന് പറഞ്ഞാൽ സെയിം ആയിരിക്കും അല്ലെ? ഈ ഒരു പ്രഷർ എന്ന് പറഞ്ഞാൽ സെയിം ആയിരിക്കും ഏത് പോയിന്റ് എടുത്താലും. ഓക്കെ, സോ ഇവിടെ നിന്ന് പ്രഷർ എന്ത് ട്രാൻസ്ഫർ ചെയ്യുന്നോ അതേ പ്രഷർ ഇവിടെ വരും. സോ ദ പ്രഷർ ഈസ് കോൺസ്റ്റന്റ്. സോ what we can infer from that? ഈ ഒരു പ്രഷർ കോൺസ്റ്റന്റ് ആണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ നമ്മൾ let's say if we are applying a 10 kilonewton load here, 10 kilonewton ഒരു ലോഡ് നമ്മൾ കൊടുത്തു, and we are saying that ഏരിയ ഇത് നമ്മൾ A1 എന്ന് വിളിക്കുവാണെങ്കിൽ ലെഫ്റ്റിലെ ഏരിയ A1 എന്ന് വിളിക്കുവാണ്, റൈറ്റിൽ നമ്മൾ ഏരിയ A2 എന്ന് വിളിക്കുവാണ്. സോ റൈറ്റിലെ ഏരിയ ലെഫ്റ്റിലെ ഏരിയനെ കമ്പയർ ചെയ്യുമ്പോൾ റൈറ്റിലെ ഏരിയ എന്ന് പറയുന്നത് 100 ടൈംസ് ഇൻക്രീസ് എന്ന് വിചാരിക്കാം. ദാറ്റ് ഈസ് റൈറ്റ് ലിംബ് ഏരിയ എന്ന് പറഞ്ഞാൽ 100 ടൈംസ് എന്താണ് ലെഫ്റ്റ് ഏരിയ. സോ 100 ടൈംസ് A1 ആണ് A2 എന്ന് പറയുന്നത് വിചാരിക്കുക. സോ ഏരിയ ഈസ് പ്രൊപ്പോർഷണൽ ടു 100 ടൈംസ്, അതായത് 100 ടൈംസ് ഗ്രേറ്റർ ആണ്. സോ ഇവിടെ നമ്മൾ 10 കിലോന്യൂട്ടൺ ലോഡ് നമ്മൾ അപ്ലൈ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും സോ ഇവിടെ ഏരിയ അത്രത്തോളം ഇൻക്രീസ് ആവുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു 10 കിലോന്യൂട്ടൺ വെച്ച് ഈ ഒരു കാറിന്റെ വെയിറ്റ് എന്ന് പറഞ്ഞാൽ 1000 കിലോന്യൂട്ടൺ ആണെന്നിരിക്കട്ടെ. this car can be lifted with this 10 kilonewton force. ഈ ചെറിയ സ്മോൾ ഫോഴ്സ് കൊടുത്തിട്ട് അല്ലെങ്കിൽ സ്മോൾ ലോഡ് കൊടുത്തിട്ട് നമുക്ക് 1000 കിലോന്യൂട്ടൺ വെയിറ്റ് ഉള്ള ഒരു കാർ നമുക്ക് ലിഫ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ബിക്കോസ് എന്താണ്, ദിസ് ഏരിയ ഈസ് പ്രൊപ്പോർഷണൽ. അത് 100 ടൈംസ് 100 ടൈംസ് ആണ് പ്രൊപ്പോർഷണൽ ആയിട്ടുള്ളത് കമ്പയർഡ് ടു ദി ലെഫ്റ്റിലെ ഏരിയ വെച്ച് നോക്കും. സോ വി ക്യാൻ സേ ദാറ്റ് ഏരിയ അത്രത്തോളം ഇൻക്രീസ് ആവുന്നതോറും സ്വാഭാവികമായിട്ടും ഈ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും അത്രത്തോളം ഇത് വരും. കാരണം പ്രഷർ കോൺസ്റ്റന്റ് ആണ്. പ്രഷർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണ് പ്രഷർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഫോഴ്സ് ബൈ ഏരിയ ആണല്ലോ. സോ ഫോഴ്സ് ബൈ ഏരിയ ആണ്. സോ ഏരിയ അത്ര ഇൻക്രീസ് ചെയ്യുമ്പോഴത്തേക്കും ഫോഴ്സ് എന്താണ് 1000 കിലോന്യൂട്ടണിലേക്ക് വരും. ഇവിടെ വരുന്ന ആ ഒരു ജനറേറ്റ് ചെയ്യുന്ന ഫോഴ്സ് എന്ന് പറഞ്ഞാൽ 1000 കിലോന്യൂട്ടൺ. പ്രഷർ റിമെയിൻസ് സെയിം. സോ വി ക്യാൻ സേ ദാറ്റ് F1 by A1 is equal to F2 by A2 അല്ലെ? F1 by A1 is equal to F2 by A2. സോ F1 എന്ന് പറഞ്ഞാൽ 10 കിലോന്യൂട്ടൺ ആണ്, A2 എന്ന് പറഞ്ഞാൽ 100 A1 ആണ്. എല്ലാം ക്യാൻസൽ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഫൈനലി കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് F2 എന്ന് പറയുന്നത് എന്തായിരിക്കും? 1000 kilonewton ആണ്. So we can lift these 1000 kilonewton weight with the just applying 10 kilonewton. അതാണ് എന്ത് പാസ്കൽസ് ലോ പറയുന്നത്. പാസ്കൽസ് ലോ വെച്ച് വർക്ക് ചെയ്യുന്ന ഒരു ഇതാണ് എന്ത് ഹൈഡ്രോളിക് ലിഫ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ആൻഡ് സോ ദാറ്റ്സ് അബൌട്ട് ദി ഹൈഡ്രോളിക് ലിഫ്റ്റ് അല്ലെങ്കിൽ പാസ്കൽസ് ലോ എന്ന് പറയുന്നതാണ്. അപ്പൊ പാസ്കൽസ് ലോ പറയുന്നത് ഞാൻ ഒന്നുകൂടെ പറയാം. ഒരു സ്റ്റാറ്റിക് ഫ്ലൂയിഡ് എടുത്തു കഴിഞ്ഞാൽ ഏതൊരു പോയിന്റ് എടുത്ത് നോക്കിയാലും എന്താ അല്ല ഒരു പെർട്ടിക്കുലർ പോയിന്റ് നോക്കി കഴിഞ്ഞാൽ ഏത് ഡയറക്ഷനിൽ നിന്ന് നമുക്കൊരു പ്രഷർ ഫോഴ്സ് അല്ലെങ്കിൽ ഇന്റൻസിറ്റി ഓഫ് പ്രഷർ ആക്ട് ചെയ്യുന്നാലും എന്താണ് അതിന്റെ ആ ഒരു പ്രഷറിന്റെ ഇന്റൻസിറ്റി ഓഫ് പ്രഷർ എന്ന് പറഞ്ഞാൽ ഈക്വൽ ആയിരിക്കും. ഈക്വൽ ഇൻ ഓൾ ഡയറക്ഷൻസ്, PX, PY, PZ. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ നിന്ന് എന്ത് പ്രഷർ കൊടുക്കുന്നോ ആ ഒരു പ്രഷറിനെ ഇവിടെ ഏതൊരു പോയിന്റ് എടുത്ത് നോക്കിയാലും സെയിം പ്രഷർ, എന്ത് പ്രഷറാണ് നമ്മൾ ഇവിടെ കൊടുക്കുന്നത് അതേ പ്രഷർ തന്നെ എന്ത് ചെയ്യും, അത് ട്രാൻസ്മിറ്റ് ചെയ്യും. സോ whatever the pressure we gives here, the same generates here. Okay, so അതാണ് എന്ത് പറയുന്നത് ഹൈഡ്രോളിക് അല്ലെങ്കിൽ ഈ പറയുന്ന പാസ്കൽസ് ലോ പറയുന്നത്. Okay, so that's about the Pascal's law. Now we can talk about the hydrostatic law. So സമയം നമ്മൾ ഇന്ന് കുറച്ച് ടൈം
പോയി. നമ്മൾ ആ ഒരു കുറച്ച് ടെക്നിക്കൽ ഇഷ്യൂസ് വന്നതുകൊണ്ട് എനിവേ 9 മണിയായി. I think we can stop here and continue in the next class. Okay. ഹലോ ഇതുവരെ ഓക്കെ ആണോ? ക്ലിയർ ആണോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ക്ലിയർ ആണ് സർ. ഓക്കെ. സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇന്നത്തെ സെഷൻ വൈൻഡ് അപ്പ് ചെയ്യാം. കുറച്ച് ഇത് പോയി എന്നാലും ഓക്കെ, ഫൈനലി നമുക്ക് നാളെ കോമ്പൻസേറ്റ് ചെയ്യാം. നോ ഇഷ്യൂസ്. സോ താങ്ക് യു ഫോർ ദി കോപ്പറേഷൻ. താങ്ക് യു. ഓക്കെ. Thank you, sir. താങ്ക് യു സർ.